ഈ ഡോക്ടർ മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇത്ര റിലേഷൻഷിപ്പ് അവിഹിതം എന്നുള്ള രീതിയിലേക്ക് അതൊരു മാരേജ് ചെയ്ത് അതിനൊരു സീക്രട്ട് പരിപാടി അല്ലാതെ കൊണ്ടുപോയിക്കൂടെ എന്നുള്ള സാധനം. ഞാനത് കണക്ട് ചെയ്ത് ചോദിക്കുന്നത് വെച്ചാൽ പലപ്പോഴും ഇതൊരു ഫിസിക്കൽ എന്നുള്ള നീഡിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഇമോഷണലി കണക്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും. അതായത് ശരിക്കും ഒരു പെണ്ണിന് അറ്റ് എ ടൈം ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഒരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു പുരുഷന് അറ്റ് എ ടൈം ഹൃദയത്തിൽ നിന്ന് ഒരു പെണ്ണിനെയാണ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഫ്രം ദ ഹാർട്ട് ഒരു ലവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒരാൾക്കാണ് ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ വീട്ടിൽ ഇങ്ങോട്ട് നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് കുറ്റപ്പെടുത്തുമ്പം അവൻ്റെ വൈഫ് ഭയങ്കര തലവേദനയായിട്ട് മാറും. വൈഫിന് ഹസ്ബൻഡ് എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഫുഡ്, ഡ്രസ്സ്, ട്രിപ്പ്, വീട്, കാർ എല്ലാം ഉണ്ട്. പക്ഷെ കൂടെ ഇരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് എന്താ, എന്നോട് സ്നേഹമില്ലല്ലോ, പിന്നെ ഇതൊക്കെ തന്നിട്ട് എനിക്ക് എന്തിനാ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇത് നമ്മൾ അതാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയും. പുറത്ത് അടിച്ചുള്ള സാധനം പെയിൻ പോയിരിക്കും, പക്ഷെ വാക്കുകൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ കൊച്ചിലാണെങ്കിലും പിൽക്കാലത്ത് അങ്ങനെ കിടക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാറ്റി എഴുതേണ്ടി വരും തോന്നുന്നു. അല്ല, ശരിയാണോ? അല്ല, അത് കറക്റ്റ് തന്നെ. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ആ ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ബിൽഡ് ചെയ്യാനും ഒരു മനുഷ്യനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അവനവന് വേണ്ടി ജീവിക്കാൻ പഠിക്കണോ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണോ? ഇനിയിപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു സെൽഫി എടുക്കാന്ന് വിചാരിക്കാം, അത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടണം. അപ്പൊ അതിൽ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ഇങ്ങനെ സ്മൈൽ ചെയ്തിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾ ഇങ്ങനെ ആയിപ്പോയി. രണ്ടാമത്തെ ഫോട്ടോയിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ഏത് ഫോട്ടോ ഇടുന്നു, ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഇടുവോ അല്ലേ? സൂം ചെയ്തിട്ട് നോക്കും അല്ലേ? അപ്പൊ നമ്മൾ ഏത് ഫോട്ടോ ആയിരിക്കും ഇടുന്നത്? അപ്പൊ അതിന്റെ മീനിങ് അവരോടാണോ നമ്മളോടാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം? അപ്പൊ ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാർക്കും അവനവനെ തന്നെയാണ് ഇഷ്ടം. ഒരു മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും അല്ലാതെ ജീവിതം പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ അവൻ്റെ ആഗ്രഹങ്ങൾ ഒന്നില്ലെങ്കിൽ നേട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ നഷ്ടബോധത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാറുണ്ട്. അതിൽ നിങ്ങളുടെ ചിന്തകളെ ലൈഫ് കോച്ചിങ്ങിലൂടെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ നിമി. നമസ്കാരം. നമസ്കാരം. എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ ഭയങ്കരമായിട്ട് ആരായുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ദിനം പ്രതി ഈ ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചിൻ്റെയോ അല്ലെങ്കിൽ മൈൻഡ് പവർ ട്രെയിനേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ട് തലങ്ങളിലോട്ട് വേണമെങ്കിൽ അതിനെ അനുമാനിക്കാം. ഒന്നില്ലെങ്കിൽ ഇത് കൂടുതൽ പേര് ആളുകളിലേക്ക് ഇതിൻ്റെ യുക്തി മനസ്സിലാക്കുന്നു, ഇത് കാര്യങ്ങൾ തിരിച്ചറിയുന്നു, ആളുകളെ ഇപ്പോൾ താങ്കളെ പോലെയുള്ള കോച്ചുകളെ സമീപിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു തലം ഒരു പക്ഷേ ഇതിൻ്റെ നഷ്ടബോധത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുന്നുണ്ടായിരിക്കാം, നിരാശ സംഭവിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. ഇത് എങ്ങനെ ശരിക്കും നോക്കി കാണുന്നതെന്ന് തന്നെ ആദ്യം ചോദിച്ചോട്ടെ. ഉറപ്പായിട്ടും. അതായത് ഞാനിതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അവർ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് മടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം അവരുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓക്കെ എന്നാൽ ഇതൊന്ന് ചെയ്തു നോക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ ഇതേപോലെ നമ്മളെപ്പോലെ ഏതെങ്കിലുമൊക്കെ കോച്ചസിൻ്റെയൊക്കെ അടുത്ത് ചെല്ലും. ഇപ്പം ഞാനും അങ്ങനെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയി അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്ത് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്കും ഉണ്ടാവും. ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പം ഞാൻ ഫസ്റ്റ് പറയുന്നൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടൊക്കെ ഒരു മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുമ്പം അത് കഴിയുമ്പോഴത്തേക്കും സാർ ചോദിക്കും വാട്ട് ഡു യു ഫീൽ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫീലിംഗ് ഹാപ്പി, സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഇവരത് ക്യാഷ് കൊടുത്തിട്ടിരിക്കുന്നതാണോ ഇങ്ങനെയൊക്കെ. കാരണം എനിക്കൊന്നും ഫീൽ, കാരണം എനിക്ക് കണ്ണടച്ച് ഇതൊന്ന് തുറന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പം ഒരു ദിവസം എനിക്കും ആ ഒരു ഡിഫറെൻറ്റ് ഫീല്, അതിനെ ഗുഡ് ഫീൽ എന്നാണോ ഹാപ്പിനെസ് എന്നാണോ അറിയത്തില്ല, പക്ഷേ ഇത്രയും നാളും എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫീലിംഗ് ഒരു പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു സാർ ഐ ഫീൽ സോ ഹാപ്പി. എന്നിട്ട് ഞാൻ അന്ന് സാറോട് ഞാൻ സാർ സത്യം ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഐ എം സോറി ഫോർ ദാറ്റ്. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് ഇവരൊക്കെ വെറുതെ പറയുന്നതാണ്, സാർ ഇവരെ ക്യാഷ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ മൈൻഡിൽ ആദ്യമായിട്ട് ആ വെളിച്ചം എനിക്ക് ഫീൽ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഈ വെളിച്ചം ഈ ലോകം മുഴുവനും കാണിച്ചു കൊടുക്കണം ഉള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് ആലോചിച്ചത് എന്നെ പോലെ അംബീഷ്യസ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടാവും. അവരൊരുപാട് ഇങ്ങനെ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, കുറെ കാര്യം ട്രൈ ചെയ്യുന്നുണ്ടാവും, കുറെ ഇങ്ങനെ പിടിച്ചു കയറും, താഴെ വീഴും, പിന്നെയും പിടിച്ചു കയറും, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ഇതിലേക്ക് വരണം എന്ന് ഒരാഗ്രഹം തോന്നിയത്. ഫീൽ പിന്നെ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. ശരിക്കും ഈ പ്രോസസ്സിൽ നമ്മൾ പറയും ഈ അറിവ് പകരം തോറും കൂടുമെന്ന് പറയും. ഇത് ശരിക്കും ഈ പ്രോസസ്സിൽ സംഭവിക്കുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റൂഹത്ത് എന്നൊക്കെ പറഞ്ഞ നമ്മളൊരു 5 days റെസിഡൻഷ്യൽ ഇവന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം 2 തവണ അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ചില ഗൈഡൻസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുമ്പം
അത് നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ആ 2 ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 റെസിഡൻഷ്യൽ കാരണം അവിടെ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയും പുതിയ കാര്യങ്ങൾ അത് നമുക്ക് ചിലപ്പോൾ ഗൈഡൻസിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിലൂടെ നമ്മൾ പോകുമ്പം അവർ മാത്രമല്ല നമ്മളും മാറുകയാണെന്നുള്ളതാണ്, നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കും. ഒരാൾ ചിലർ അത് കേട്ട് വിശ്വസിക്കും, ചിലർ കണ്ടു വിശ്വസിക്കും, മറ്റു ചിലർ അത് അനുഭവിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ വിശ്വസിക്കേണ്ടതുള്ളതാണ്. അപ്പോൾ ഇത് ഈ അവസാനത്തെ ആൾക്കാർ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് പേരെ താങ്കളുടെ വാക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ആദ്യം സ്വയമേ ഒരു ബോധ്യം, വിശ്വാസം ഉണ്ടാവേണ്ട സംഭവമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ചെയ്ത ടൈം ഏത് പോയിന്റിൽ ഇത് റിയലൈസ് ചെയ്യുന്നത്? ഇതിന്റെ അതായത് ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് അതായത് ഇപ്പം ഇതിലൊരു ഭയങ്കര സ്റ്റീരിയോ ടൈപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം ടെക്നിക്സ്, ടൂൾസ്, പ്രാക്ടീസ്, ടെക്നിക്കൽ ടൂൾസ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത്. എന്നാലും നമ്മുടെ ആഗ്രഹമൊക്കെ നടക്കണമല്ലോ, അപ്പോൾ നമുക്ക് ടെക്നിക്സും ടൂൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് അഫർമേഷൻ എഴുതുന്നു, ഗോൾ കാർഡ് എഴുതുന്നു, വിഷൻ ബോർഡ്, ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നു, കണ്ണടച്ച് അങ്ങനെ ഫീൽ ചെയ്യുന്നു, ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണ് തുറക്കുമ്പോൾ കുറേ കാലമായി ഇതിങ്ങനെ ചെയ്യുന്നു, പക്ഷെ കണ്ണ് തുറക്കുമ്പം ഇതൊന്നും എനിക്ക് കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതായത് കണ്ണടയ്ക്കുമ്പം ഇതൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, പക്ഷെ കണ്ണ് തുറക്കുമ്പം ഇതൊന്നും എൻ്റെ റിയാലിറ്റി അല്ല. അപ്പോൾ കുറേ നാളിങ്ങനെ സ്വപ്നം കൊണ്ട് ഫീൽ ചെയ്തിരുന്നാൽ മാത്രം മതിയോ നമ്മുടെ ലൈഫിലൊരു മാറ്റം വരണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചത് എന്തായിരിക്കും, കാരണം കുറേ നാളായി ഞാൻ ടെക്നിക്സും ടൂൾസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പം ബില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരാണല്ലോ നമ്മൾ പൊതുവേ സക്സസ്ഫുൾ ആയിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അവരിതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, അവർ ഈ ജേർണൽസ് ചുമന്നുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത് പോണത്. കാരണം കുറേ ജേർണൽസ്, എല്ലാത്തിനും ഓരോ ജേർണൽസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും പോണത്. അപ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കും, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഹീലിംഗ് എന്നുള്ളൊരു കാര്യം എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എന്നുള്ള കാര്യം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു പോസിറ്റീവ് വേർഡ്, ഇപ്പം മേ ബി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ പോസിറ്റീവ് വേർഡ് കേൾക്കുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിംഗ് വളരെ റിവേഴ്സ് ആയിട്ടുള്ളതാണ്. അതായത് അപ്രീസിയേഷൻ കിട്ടാത്തതിൻ്റെ പെയിനാണ് അപ്രീസിയേറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം റോഹനെ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്, ലവ് എന്ന് പറയുമ്പം റോഹൻ്റെ മൈൻഡിൽ വരുന്ന ഒരു കണക്ഷൻ എന്താണ്? ലവ് ഫോർ യു, വാട്ട് ഇസ് ലവ്? 2 രീതിയിലേക്ക് അനുമാനിക്കാം അല്ലേ? പെട്ടെന്ന് ഭയങ്കര റോ ആയിട്ട് മനസ്സിൽ നിന്ന് വരുമ്പോഴത്തേക്കും ലവിന് പൊതുവേ അതിന്റെ ഒരു മീനിങ് ഉണ്ട്, സ്നേഹം, കരുണ, ഇതൊക്കെ. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് റോഹന്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഇപ്പം ഞാൻ സ്നേഹിച്ചവരൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചവരൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലവിന് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഇക്വേഷൻ എന്താണ്? എനിക്ക് 2 രീതിയിലേക്ക് പറയാൻ പറ്റും. ഒന്ന്, പ്രണയം എന്ന് പറയുമ്പോൾ ഇതിൽ നിരാശ കയറി വരുന്നേക്കാം സംഭവിച്ചത്. രണ്ടാമത്തെ തലം വരുന്നത് പ്രണയത്തിന് പകയേക്കാളും മറ്റൊരു നിർവചനം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്ന സാധനം. അപ്പോൾ നോക്ക്, ലവ് എന്ന് പറയുമ്പോൾ എന്താണ്? പക, നിരാശ. ലവ്, എനിക്ക് എൻ്റെ നിർവചനം എന്ന് വെച്ചാൽ ലവ് ഇസ് പെയിൻ ഫോർ മീ എന്നുള്ളതായിരുന്നു. മനസ്സിലായോ? നമുക്ക് ഇപ്പം നമ്മളുടെ എനർജി ലെവൽ എന്ന് പറയപ്പെടും, കേട്ടിട്ടുണ്ടോ? ഫ്രീക്വൻസി, എനർജി എന്നൊക്കെ. അപ്പോൾ ഈ എനർജി ലെവലിൽ നമ്മളൊരു ഇപ്പം 0 to 1000 വരെയാണ് ഒരു ഹ്യൂമൻ ഒരു കീനസോളജി മസിൽ ടെസ്റ്റിലൂടെ ഒരു ഡേവിഡ് ഹോക്കിൻസിൻ്റെ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ 0 to 1000 ഇടയിലാണ് ഒരു മനുഷ്യൻ്റെ എനർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ ഓരോ എനർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ 500 എനർജി ലെവലുണ്ട്. 500 ആ എനർജി എന്ന് പറഞ്ഞാൽ ലവാണ്. ആ ലവ് എനർജിയിൽ നിന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ വരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ലവ് എന്ന് നമുക്ക് നോക്കുമ്പം ഇപ്പം തന്നെ ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ മൈൻഡിൽ എന്താ വരുന്നത്? ഇപ്പം നല്ലത് ചെയ്യുന്നത്, തെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്നെ എണ്ണയിലിട്ട് വറുത്തു കോരുവോ, ഇല്ല എന്നെ ശിക്ഷിക്കോ? ഫിയർ ആണ് അല്ലേ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പേടി. പേടി. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവോ, ഇല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും അറിയാത്ത ഒരാളുടെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുമോ, ഇല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞാൽ കൂടുതലാണോ, പണമുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ട്. അപ്പം ഫിയർ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതുപോലെ തന്നെ അപ്പം ലവ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ ഗ്രഡ്ജ്, പെയിന്, പക എന്ന് പറയുമ്പം ലവ്, ഓക്കെ ലവ് ഇങ്ങനെ, പക്ഷെ അതിൻ്റെ ഇമോഷൻ എന്താണ്?
ഒരിക്കലും ഒരു ഗുഡ് ഫീലിംഗ് അല്ല. നമുക്ക് എന്താ പറയുക, കംപ്രഷനാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത് അല്ലേ, വിഷമോ തരുന്നത്. യെസ്. അപ്പം അത് ഓപ്പൺ ആവണം. അത് ഓപ്പൺ ആയി ലവിനൊരു എക്സാക്ട് മീനിങ്ങില്ലേ, റിയൽ ലവ് ഇല്ലേ, ഇപ്പം ഗോഡ് ഇസ് ലവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് സ്നേഹത്തിനെ റിസീവ് ചെയ്യാനും കൊടുക്കാനും, എന്നെ പറ്റിക്കോ എന്നുള്ള പേടിയൊന്നും ഇല്ലാതെ കൊടുക്കാനും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വേറെ ഒന്നും കണ്ടിട്ടല്ല പക്ഷെ ശരിക്കും എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അത്രയും ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് എനർജി, ആ ലവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. പക്ഷേ ഇപ്പം ഇതിൽ തന്നെ പ്രണയ സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രണയം രണ്ടുപേർ തമ്മിൽ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊരാളുടെ ഉള്ളിൽ നിൽക്കുന്ന ഇഷ്ടമാണെങ്കിൽ മറ്റൊരാൾക്ക് അതേ ഇഷ്ടം ഇയാളോട് ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം ആഗ്രഹിക്കും അല്ലേ ഇത് ഇഷ്ടപ്പെടണം എന്നുള്ളത്. ഇതിപ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവുമോ? അതായത് ഞങ്ങൾ ചോദിക്കുന്നത് എക്സിനെ അത് കഴിഞ്ഞ കാര്യം. ഇനി അതല്ലാതെ ഒരാളോട് ആദ്യമേ പ്രണയം തോന്നുകയാണ്, ഒരു വൺ വേ പരിപാടിയാണ്, പക്ഷെ ആൾക്ക് തിരിച്ചില്ല. ഇനിയിപ്പോൾ പ്രപ്പോസ് ചെയ്തു പക്ഷെ തിരിച്ച് മറുപടി ഒന്നുമില്ല. ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആളോട് നമ്മളോട് ഇഷ്ടം തോന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് സംഭവമാവോ? അതായത് ഇപ്പം അങ്ങനെ തോന്നിപ്പിക്കുന്ന വെച്ചാൽ അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കൽ മൂവ്സ് ടെക്നിക്സ് ടൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ കോൺടാക്ട് ചെയ്യാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യന്മാർക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വില ഉണ്ടാവും. അതൊക്കെ കണ്ടവരിങ്ങനെ തിരിച്ചു വരും ഇതൊക്കെ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. കാരണം നമ്മളെ കാണുന്നത് നമ്മുടെ ഒരു ബോഡി, നമ്മുടെ ഡെസിഗ്നേഷൻ ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സോളാണ്, നമ്മുടെ റൂഹാണ്, നമ്മുടെ ഒരു സ്പിരിറ്റാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നതിന് ഒരു പർപ്പസ് ഉണ്ട് ഇല്ലേ. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മളെയും ആ ഒരു ഹയർ എനർജീനെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ വേറൊരാളിലേക്ക് ടൈപ്പ് ചെയ്ത് ഇമോഷണലി വെക്കരുതെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഞാൻ പറയും മാനിഫെസ്റ്റ് ചെയ്യാം. മിസ്റ്റർ എക്സിനെയും മിസ്റ്റർ വൈനെയും വേണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എനിക്ക് എൻ്റെ ഭാവിയിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന ആൾക്ക് ഇങ്ങനത്തെ ക്വാളിറ്റീസ്, നല്ല സ്നേഹമുള്ള ആളായിരിക്കണം, സപ്പോർട്ടീവ് ആയിരിക്കണം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം, എന്ത് വന്നാലും എൻ്റെ കൂടെ ഗിവപ്പ് ചെയ്യാതെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണം, ഭയങ്കര അക്സെപ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആൾക്ക് പക്ഷേ മിസ്റ്റർ എക്സും മിസ് വൈയും വരണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയും. അതായത് രണ്ട് രീതിയിലേക്കാണ്. അതായത് ഒരു വ്യക്തിക്ക് ഇത്രയും ക്വാളിറ്റീസ് വരണം എന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യരുത്, മറിച്ച് ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തി വരണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യാം അല്ലേ. ആ വ്യത്യാസം ഉണ്ട്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ വരുന്ന സമയത്ത് ഈ തോന്നലുകളും ഇഷ്ടങ്ങളും പ്രണയങ്ങളും മറ്റെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അവനവനിൽ സ്വയമേ ഉണ്ടാവേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയാണെങ്കിൽ വ്യക്തികളിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വാക്ക് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വശം കൂടി ആവില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതാണ്. അതായത് നമ്മുടെ ലൈഫിന്റെ എന്ത് കാര്യവും 100% നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് അല്ലേ. അത് വേറൊരാളെയും കൂടെ ടൈപ്പ് ചെയ്ത് വെക്കുമ്പം പല രീതിയിൽ നമ്മളെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരാളുടെ ഇഷ്ടം തോന്നുമ്പം അയാളുടെ മേ ബി പുറമേ കാണുന്ന ഒരു ഭംഗി കണ്ടിട്ടാവാം, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി കണ്ടിട്ടാവാം. പക്ഷേ നമ്മൾ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ ആളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആളും ഉറപ്പായിട്ടും ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലേ. ഇപ്പോൾ പലരും സ്നേഹത്തിന് വേണ്ടി ഇപ്പോൾ ചിലർ പറയില്ല, കല്യാണം കഴിക്കുന്ന ഇപ്പോൾ ചില ആൺകുട്ടികൾ പറയും എനിക്കിന്ന് ജോലിക്കൊന്നും പോകുന്ന ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടി പറയുകയാണ് ഓക്കെ ചേട്ടാ എനിക്ക് ചേട്ടനെ മാത്രം മതി എന്നൊക്കെ പറയുന്നത് അപ്പോഴുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ കല്യാണം കഴിയുമ്പം ഇവളുടെ ഉള്ളിൽ ഇതിങ്ങനെ ഫയർ കടന്ന് ഇങ്ങനെ ഇതാവുകയാണ്. അപ്പോൾ ഇവക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഒരു ഗോളിലേക്ക് എത്താതെ ഇവൾക്ക് ഒരു ഫുൾഫിൽമെന്റ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കടന്നതായിട്ട് എന്ത് ചെയ്യും, അടി ഉണ്ടാവാൻ തുടങ്ങും. മനസ്സിലായോ? ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു പയ്യന് നല്ല ജോബൊക്കെ ഉള്ള ഒരു പെൺകുട്ടീനെയാണ് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ കൂടെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരാളെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ട് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി പഠിത്തമൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കുള്ളിൽ ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പഠിത്തമുണ്ടല്ലോ, പഠിത്തമുള്ളതുകൊണ്ട് എവിടെയും ജോലി കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വരുന്നതെങ്കിൽ അവൾ വിചാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അണ്ടറിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കണം എന്നുള്ള രീതിയിലായി ഇരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന് ഹാപ്പി ആവത്തില്ല. അവൻ പറയും ഇത് എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടത്. ഇങ്ങനെ വീട്ടിൽ വെറുതെ എന്തിനാ, വീട്ടിൽ വേണം നമുക്ക് ഒരാളെ പണിക്കൊക്കെ നിന്നെ ഇവിടെ ഞാൻ അങ്ങനെ നമ്മുടെ ലൈഫ് പാർട്ട്ണറിങ് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്നും തെറ്റ് ശരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ശരിയും
ഓരോ തെറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ മാച്ച്, അവരുടെ വാല്യൂസിനെ മാച്ച് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. അപ്പം ഒരു ക്വാളിറ്റി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു ആ വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നതാണെങ്കിൽ ഈ വ്യക്തിയെ നമ്മൾ നിർബന്ധപൂർവ്വം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം നമ്മളുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ലെവലിലിട്ട് വരുമ്പോൾ അതാ പലരും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പ്രശ്നം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, അവർ ഭയങ്കര പൊസസീവാണ്. അപ്പോൾ ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റെസ്ട്രിക്ഷൻസ് വരുന്നതാണോ, അതായത് പരിമിതികൾ വെക്കുന്നത് കൊണ്ടായിരിക്കോ, അതല്ലെങ്കിൽ എന്താണോ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും പ്രണയവിവാഹങ്ങൾ ഉണ്ടായിട്ടും അതൊരു എക്സ്ട്രാ മാരിറ്റൽ ഇതിലേക്ക് പോകുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സിലോട്ട് നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ, അതായത് ചില ആൾക്കാർക്ക് ലൈഫിൽ ലവ് ആൻഡ് കണക്ഷനാണ് ഇമ്പോർട്ടൻസ്, ചില ആൾക്കാർക്ക് ലൈഫിൽ ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻസ്, ചില ആൾക്കാർക്ക് ലൈഫിൽ സിഗ്നിഫിക്കൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ചില ആൾക്കാർക്ക് ലൈഫിൽ അഷുറൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ പല പല ഇതുണ്ട്. അപ്പം അഷുറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോലിക്ക് ആൾക്കാർ പോകുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് അഷുറൻസ് ആണ്. ഗവൺമെൻറ് ജോലിയുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം പറയുന്നത് എന്തായാലും പണിക്ക് പോയാലും ഇല്ലെങ്കിലും മാസം സാലറി, അതൊരു ഉറപ്പാണ്, അഷുറൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും പോലെയാണ്, വലിയ റിസ്ക് എടുക്കണ്ട, പക്ഷേ ഇത് കുറച്ച് റിസ്ക് എടുത്താൽ മാറുന്നു പറഞ്ഞു. എക്സാക്ട്ലി. അപ്പോൾ അതാണ് ചിലർക്ക് ലവ് ആൻഡ് കണക്ഷൻ ആണ്. അപ്പോൾ ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലി, അതാണ് അവരുടെ എല്ലാം, അവരുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്, അവരുടെ കൂടെ ഇരിക്കുക, ഇനി ഒരു പണിക്കും പോയില്ലെങ്കിൽ അവരുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ഇഷ്ടം. ഗ്രോത്ത് വേണ്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകണം. ലവ് ആൻഡ് കണക്ഷൻ ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു ടൈം കൊടുക്കും. പക്ഷേ 24 മണിക്കൂർ ഇവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഹാപ്പിനെസ്, അവർക്ക് ഇങ്ങനെ ഗ്രോത്ത് വേണം എന്നുള്ളതാണ്. വേറെ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ കാണാറില്ല, ചില സെലിബ്രിറ്റീസൊക്കെ ഇപ്പം നമ്മൾ പേളിമാണിയുടെ ഒക്കെ കാര്യം പറയും അല്ലേ. അപ്പോൾ പേളിമാണിനെ കാണുമ്പോഴത്തേക്കും ആൾക്ക് ലവ് ആൻഡ് കണക്ഷനും ഉണ്ട്, പേഴ്സണലൈസ് ചെയ്ത് പറയല്ല കേട്ടോ, പക്ഷേ ദിസ് ഫോർ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവർ ഇപ്പോൾ പുറമേന്ന് കാണുന്ന ഒരു ഇത് വെച്ച് നമുക്ക് പറയാം. ഇപ്പം ശ്രീനിഷും പേളിമാണി അവർ രണ്ടുപേരും, ഇപ്പം ഞാൻ അതിനെ നോക്കി കാണുന്ന ശ്രീനിഷ് ലവ് ആൻഡ് കണക്ഷന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. പേളിമാണി ഗ്രോത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ ബാലൻസ് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പം പേളിയുടെ ഇഷ്ടം എന്താണ്, അതാണ് ശ്രീനിഷിൻ്റെ ഇഷ്ടം. അപ്പോൾ അതിന് അല്ല ഏറ്റവും കൂടുതൽ ശ്രീനിഷ് പേളി, അത് ആൾ ഭയങ്കര ഇമോഷണലി എപ്പോഴും പറയും, എനിക്ക് ശ്രീനിഷ് എൻ്റെ ലൈഫിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ. കാരണം എന്താ, ആൾക്ക് ലവ് ആൻഡ് കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആളുടെ വൈഫിന് ആ ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ആൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ, അപ്പോൾ അതെന്തുകൊണ്ടാണ് പരസ്പരം അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്, മനസ്സിലായോ? അതുണ്ടാവുമ്പം ലൈഫ് ബിക്കം മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. ഈ ഡോക്ടർ മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇത്ര റിലേഷൻഷിപ്പ് അവിഹിതം എന്നുള്ള രീതിയിലേക്ക് അതൊരു മാരേജ് ചെയ്ത് അതിനൊരു സീക്രട്ട് പരിപാടി അല്ലാതെ കൊണ്ടുപോയിക്കൂടെ എന്നുള്ള സാധനം ഞാനത് കണക്ട് ചെയ്ത് ചോദിക്കുന്നത് വെച്ചാൽ, പലപ്പോഴും ഇതൊരു ഫിസിക്കൽ എന്നുള്ള നീഡിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഇമോഷണലി കണക്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ തന്നെ ഒരൊറ്റ പേരിട്ടിട്ടാവും വിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതിവിടെ സംഭവിക്കുന്നില്ല, കൂടുതലും ആളുകൾ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിലോട്ടും കൂടെ സംഭവിക്കുന്നു. ഉറപ്പായിട്ടും ഉണ്ട്. അതായത് ശരിക്കും ഒരു പെണ്ണിന് അറ്റ് എ ടൈം ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഒരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു പുരുഷന് അറ്റ് എ ടൈം ഹൃദയത്തിൽ നിന്ന് ഒരു പെണ്ണിനെയാണ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഫ്രം ദ ഹാർട്ട് ഒരു ലവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒരാൾക്കാണ് ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം ലൈക്ക് ലേഡീസിന് എപ്പോഴും കൂടുതൽ വേണ്ടത് ലവ് ആൻഡ് കെയർ ആണ്. കാരണം അവരുടെ ക്രിയേഷൻ അങ്ങനെയാണ്. പക്ഷെ ആൺകുട്ടികൾ കൂടുതൽ വേണ്ടത് എന്താണ്, അവർക്ക് അക്സെപ്റ്റൻസ്, അപ്രീസിയേഷൻ ഒക്കെ. ചേട്ടൻ അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് പറയുന്നതാണ്. അല്ല അപ്പം ഈ വീട്ടിൽ നിന്നിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് കുറ്റപ്പെടുത്തുമ്പം അവൻ്റെ വൈഫ് ഭയങ്കര തലവേദനയായിട്ട് മാറും. വൈഫിന് ഹസ്ബൻഡ് എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഫുഡ്, ഡ്രസ്സ്, ട്രിപ്പ്, വീട്, കാർ എല്ലാം ഉണ്ട്. പക്ഷെ കൂടെ ഇരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് എന്താ, എന്നോട് സ്നേഹമില്ലല്ലോ, പിന്നെ ഇതൊക്കെ തന്നിട്ട് എനിക്ക് എന്തിനാ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇത് നമ്മൾ അതാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയും നമ്മൾ. അത് കുറെ കൂടി പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് കുറെ കൂടി പ്രാക്ടിക്കലി ചിന്തിക്കുന്നതുകൊണ്ടും കൂടിയാണോ, അല്ലെങ്കിൽ ലൈഫിന്റെ റിയാലിറ്റിന് കുറെ കൂടി അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണോ? പിന്നെ വേറൊരു കാര്യമുണ്ട് റോഹൻ, നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരു ഇപ്പം നമ്മളിപ്പം ഇവിടെയാണല്ലോ നമ്മൾ ഇതെല്ലാം കണ്ടു വളരുന്നത്. അപ്പം നമ്മൾ ഇവിടത്തേക്ക് ഇപ്പം ലോകത്ത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു കൾച്ചറുണ്ട് ഇല്ലേ, നമ്മുടെ കൾച്ചറിൽ എപ്പോഴും എന്താണ്, ഇപ്പം പെൺകുട്ടിയോട് പറയുന്നത് എന്താണ്, നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാൻ കൊടുക്കുന്നത് തന്നെ എന്താണ്, കിച്ചൺ സെറ്റാണ് കുഞ്ഞിലെ തൊട്ട് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികളോട് പറയുന്നത് അവർക്ക് ഭാരം വെച്ച്, നീ വലുതായിട്ട് വേണം പെങ്ങളെ കെട്ടിക്കാനും അമ്മേനച്ഛനെ നോക്കാനെന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്ന ഡോക്ടർ സെറ്റാണ്. അപ്പം രണ്ടുപേരെയും
ഇപ്പം അതുകൊണ്ട് ആൺകുട്ടികളെ വലുതാക്കി കാണുന്നു, പെൺകുട്ടികളെ ചെറുതാക്കി കാണുന്നു എന്നുള്ളതല്ല. അവനും ഇവളെ ഇങ്ങനെയാണെങ്കിൽ അവനെ അങ്ങനെ വെച്ചിട്ട് അവന് ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് എല്ലാം ഇവന്റെ തലയിലാണ്. അപ്പം ഇവൻ ഇതാണ്, ഇതൊക്കെ ഞാൻ ചെയ്യണമല്ലോ. അപ്പൊ അവന്റെ മൈൻഡിൽ മേ ബി ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം കൊടുക്കുമ്പോഴായിരിക്കും ഹാപ്പി ആവുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. എല്ലാം ഉണ്ടാവുമ്പോഴാണ്, അല്ലെങ്കിൽ അവളെ എല്ലാം നല്ല രീതിയിൽ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ പെൺകുട്ടിയുടെ മൈൻഡിൽ എപ്പോഴും സ്നേഹം വേണം. സ്നേഹം ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹം ഉണ്ടായാൽ മതി എന്ന് പറയുക. അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ഷൻ എന്ന്. ഒരുമിച്ചുള്ള യാത്രയിൽ ഇത് ഒരാളിൽ നിന്നത് കിട്ടുന്നില്ല എന്നുള്ളത് പലപ്പോഴും പരാതികളും പരിഭവങ്ങളായിട്ട് മാറുമ്പോഴും ബഷീർ പോലെ 2 വിവാഹം കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായി ബാലൻസ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് എന്തായിരിക്കും? അത് ഞാൻ എപ്പോഴും ഭയങ്കര അതിശയത്തോടും ഭയങ്കര ഇഷ്ടത്തോടും നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറയണം, വേറെ ഞാൻ പറയും ഓക്കെ പൊയ്ക്കോളൂ, പക്ഷെ എനിക്ക് എഴുതി എന്നെ ഒഴിവാക്കിയിട്ട് പൊയ്ക്കോന്ന് പറയും. അതല്ല, അപ്പം എനിക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. ടു ബി വെരി, ഞാൻ അത്ര വലിയ മനസ്കതയുള്ള ആളൊന്നും അല്ല. അപ്പം എനിക്കത് പറ്റും. പക്ഷേ ആൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹമൊക്കെ പോകണമെങ്കിൽ എനിക്ക് കുഴപ്പം. പക്ഷേ എന്നെ ഒഴിവാക്കിയിട്ട് അതൊരു യു മേക്ക് ഇറ്റ് എ മാരിറ്റൽ, അല്ലാതെ ആ ഒരു ഇത് എനിക്ക് പറ്റില്ല. പക്ഷെ അവിടെ ഞാൻ കാണുന്നത് ആ ഒരു ലേഡീസിൻ്റെ ഇടയിൽ ഇപ്പം അവർ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും. ഞങ്ങൾ രണ്ടാളും ഇൻഡിവിജ്വലി ബഷീറിനോട് അടി ഉണ്ടാക്കും, പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നോക്കുന്നത് ആ 2 ലേഡീസിൻ്റെ ഇടയിലുള്ള ഒരു ബോണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പരസ്പരം എന്തുകൊണ്ടൊക്കെയോ അക്സെപ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയോ കാരണങ്ങൾ നമുക്കറിയില്ല. ബട്ട് പുറമെ നിന്ന് കാണുമ്പം ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ അവർ എന്താ ഇത് അഭിനയല്ലേ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അത് കാണുന്ന സത്യമാണ്. അവർക്ക് അങ്ങനെ ഓക്കെ, അവരങ്ങനെ ഹാപ്പിയാണെങ്കിൽ അവർ ഹാപ്പി ആവട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഉറപ്പായിട്ടും ആരും കാണാത്ത, ആർക്കും അറിയാത്ത ഒരു ഫീലിംഗ് ഇവർ 3 പേരുടെ ഉള്ളിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഫീലിംഗ് ഉറപ്പായിട്ടും അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കത് പറയാൻ പറ്റില്ല എന്താ എങ്ങനെയാ എന്നുള്ളതൊന്നും. കാരണം മനുഷ്യന്മാരല്ലേ നമ്മളെല്ലാവരും. ഈ പലപ്പോഴും നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് നേടാം, മാനിഫെസ്റ്റ് ചെയ്യാം അല്ലേ? ഏതാ യുക്തി? അത് എപ്പോഴും ഞാൻ പറയും നമ്മളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേഷൻ ആണ്. ഓക്കെ, അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ മാനിഫെസ്റ്റേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എന്താ ഇത് നമ്മൾ വ്യത്യാസം എന്നുള്ളത്. ഇപ്പം നമ്മൾ മഴ പെയ്യുന്നത് നാച്ചുറലായിട്ട് അല്ല, അതിൻ്റെ പ്രോസസ്സിലൂടെ പോയി മഴ പെയ്യുന്നത് അതൊരു നാച്ചുറൽ ഒരു ഓർഗാനിക് മാനിഫെസ്റ്റേഷനാണ്. കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലൗഡ് സീഡിങ് ത്രൂ അല്ലേ, എങ്ങനെയാണ് അവർ ക്ലൗഡ് സീഡിങ് ചെയ്തത്? അതായത് ഈ ഓർഗാനിക്കലി എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ആ പ്രോസസ്സ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. പക്ഷെ പെയ്യുന്ന മഴ ഒറിജിനൽ തന്നെയാണ് അല്ലേ? ആ മഴ കൊണ്ട് വെള്ളപ്പൊക്കം വരെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത്രയും ഉറപ്പായിട്ട്. അപ്പോൾ അതിനെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി. നമ്മുടെ ലൈഫിൽ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം ഇത്രയും നാളും നമ്മൾ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ബേസിസിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തിട്ടുള്ള ആക്ഷൻസിലും സ്റ്റെപ്സിലും മൂവ്സിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. അതാണ് നമ്മുടെ ലൈഫ്. അതാണ് ഒരു പ്യുവർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ദൈവികമല്ല എന്ന് പറയേണ്ടി വരില്ലേ? കാരണം ശരിക്കും അതിനൊരു ആവശ്യകതയില്ല. ഇപ്പം എന്താണ് നടക്കുന്നത് അത് നമ്മൾ അതേ രീതിയിലേക്ക് നടക്കുന്നു. ഇനി ഒരു മറ്റു തലം കൂടിയും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ അത് വർക്ക് ചെയ്യും വേണം. ഇവിടെ ഉണ്ട് ഈ ഒരു പാതി അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് പവർ മാത്രം ഉണ്ടെന്ന് ഇപ്പൊ ബുദ്ധൻ എപ്പോഴും മനസ്സിന്റെ ശക്തിനെ കുറിച്ചേ പറയുന്നുള്ളൂ, മനസ്സിലായോ? അപ്പോൾ പക്ഷെ ആ ഒരു ഡിവൈൻ കണക്ഷൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ബുദ്ധയുടെ ലേണിങ്സ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ആ ലേണിങ്സിൻ്റെ കൂടെ അതിനെ കണക്ട് ചെയ്യും, മനസ്സിലായോ? കാരണം എപ്പോഴും ഒരു പവർ നമ്മളെപ്പോഴും ഒരു ഡിവൈൻ പവർ ഉണ്ട് ഇല്ലേ? ഒരു ഡിവൈൻ പവർ ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഏത് റിലീജിയനിൽ നോക്കിയാൽ നമ്മൾ ഒരു ലൈറ്റ് എനർജി അല്ലേ? ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരി കത്തിക്കുന്നതൊക്കെ എന്താണ്? നൂറെന്ന് പറയും അല്ലേ? ലൈറ്റ്, വെളിച്ചം. അല്ലെങ്കിൽ പല പ്രോഫറ്റ്സിൻ്റെ ആണെങ്കിലും എടുക്കുമ്പം ദൈവത്തെ കാണണമെന്ന് വാശി പിടിച്ച ആൾ പറയും, ഞാൻ നോക്കിയപ്പം വലിയൊരു വെളിച്ചം വന്നു, മല പിളർന്നു പോയി, എനിക്ക് ബോധക്ഷയം വന്നു, ഒരു വെളിച്ചം കണ്ടു. എല്ലാവരും വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ആ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ സോൾസ്, നമ്മുടെ സ്പിരിറ്റ് ഈ ഒരു ഭൂമിയിലേക്ക് വരുന്നത്. ഓരോ സോൾ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് സ്പിരിച്വലി പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അന്ന് നമ്മുടെ ഒരു അമ്മയുടെ വൂമ്പ് പറയാറില്ലേ, 4-ാം മാസത്തിൽ ജീവൻ ഇടുക ഇല്ലേ? 4-ാം മാസം ആകുമ്പോഴാണ് ജീവൻ തുടിപ്പുണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ വൂമ്പിലേക്ക് എന്താണ് ഈ സോള് കയറുകയാണ്. അങ്ങനെ അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്താണ് ആ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ
രണ്ട് രീതിയിൽ ഒരു സോളിന് ലേൺ ചെയ്യാം. അതായത് കാർമിക് ലേണിംഗും ഉണ്ട്, കോൺഷ്യസ് ലേണിംഗും ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക്, കാരണം നമ്മൾ ഭയങ്കര ഒരു ബ്ലാങ്ക് പേജ് പോലെ നമ്മൾ വരുന്നത്, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരിലൂടെ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പം നമ്മളുടെ പർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ആ മേ ബി ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ പാരൻസിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി പെയിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതെൻ്റെ സോൾ ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അവരൊക്കെ വെറും പാവങ്ങളാണ്. പക്ഷെ എനിക്ക് പെയിൻഫുൾ എക്സ്പീരിയൻസ് അന്ന് കിട്ടിയിട്ടുണ്ട്, അന്ന് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഭയങ്കര ലവ് ആൻഡ് കണക്ഷനിലുള്ള ആൾക്കാരാണ്. പക്ഷെ അന്ന് അത് വന്നത് എന്തുകൊണ്ടായിരിക്കും? എൻ്റെ സോളിന് ലേൺ ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ പഠിക്കും, മനസ്സിലാവും. പക്ഷെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കോൺഷ്യസ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന ലൈഫ് കോച്ചുമാരുടെയും ഹീലേഴ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ സോളിന് പഠിക്കണം എന്നേ ഉള്ളൂ, കഷ്ടപ്പെട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. മര്യാദയ്ക്ക് പോയിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞ് എഴുതി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്താലും സോളിന് ലേണിംഗ് കിട്ടണം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കൊച്ചിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ സിബ്ലിങ്സോ കസിൻസോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളിത് എന്നും ഉണ്ടായൊരു സംഭവം നമ്മുടെ മനസ്സിലതുണ്ട്. പിൽക്കാലത്ത് ഇവരോർക്ക് ദേഷ്യ വിദ്വേഷമൊന്നുമില്ല. ഇപ്പം പാരൻസിനാണെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. സിബ്ലിങ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇഷ്ടവും സ്നേഹമൊക്കെ നിൽക്കുമ്പോഴും പണ്ടെന്തോ നടന്നൊരു സംഭവം അപ്പോഴുള്ളിലുള്ളിലുണ്ട്. ഇത് ഹീലായിട്ടില്ല എന്നുള്ളതും. അപ്പോൾ ശരിക്കും പിന്നെ അവരോട് കാണിക്കുന്ന സ്നേഹത്തിൽ എവിടേക്കും ഇപ്പോൾ ഇതൊരു കളത്തറില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം മരിച്ച് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഓരോ 7 വർഷത്തിലും ഒരു പുതിയ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ഇപ്പോൾ ഓരോ 7 ദിവസം കഴിയുമ്പോൾ അടുത്ത ആഴ്ച ജനിക്കുന്ന പോലെ നമുക്ക് 7 എനർജി സെൻറ്റേഴ്സ് ഉള്ള പോലെ 7 വർഷം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ നമ്മൾ ജനിക്കുന്നു. ഞാൻ പറയും എല്ലാ ദിവസവും ഒരു പുതിയ നമ്മൾ ജനിക്കുന്നു. കാരണം ഒരു ദിവസം മരിച്ച് അവിടെ പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് അല്ലേ, അവിടെ നമ്മൾ പുതിയതായിട്ട് എഴുന്നേൽക്കുകയാണ്, പുതിയ എക്സ്പീരിയൻസ്. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് സെൽഫുകളുണ്ട്. ഞാൻ അതിന് എക്കോസ് എന്ന് പറയും. 1 വയസ്സിലെ എക്കോ, 2 വയസ്സിലെ എക്കോ, 3 വയസ്സിലെ എക്കോ. അന്നത്തെ ആൾക്കാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ മാറി, ഇപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. യെസ്, എക്സാക്ട്ലി. നമ്മളിങ്ങനെ അപ്പൊ ആളിങ്ങനെ ഉറങ്ങി അവിടെ കിടപ്പുണ്ട്, നമ്മൾ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതെന്താ വെച്ചാൽ ട്രിഗർ വരും. അതായത് ഇപ്പോൾ ഉള്ള കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നും അത് ഈ വ്യക്തി തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ വർക്ക് പ്ലേസിൽ പോയിട്ട് നീ എന്താ മര്യാദയ്ക്ക് ഒരു പണി നിനക്ക് ചെയ്യാൻ അറിയത്തില്ലേ എന്ന് പറയുമ്പം ചിലപ്പോൾ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു മര്യാദയ്ക്ക് നീ പഠിക്കാത്തവനാണ്, എനിക്ക് നാണക്കേടാണ് നിന്നെപ്പോലെ ഒരു മോനുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ആൾ എഴുന്നേറ്റ് വരും. എന്നിട്ട് ഇയാളോട് റെസ്പെക്ട്. ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, പക്ഷേ എന്തിനാ ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേ, എനിക്ക് എന്താ എൻ്റെ ഉള്ളിൽ ചിലരല്ലേ നാഗവല്ലി ആ സമയത്ത് കൂടി. ശരിയാ, ആ നാഗവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ യങ്ങർ സെൽഫാണ്. അതിനെ ഈ പെയിൻ വരുന്ന സിമിലർ ആയിട്ടുള്ള സാധനം അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നാൽ അതാണ് നമ്മുടെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ചില സമയത്ത് ഭയങ്കര ദേഷ്യമൊക്കെ വരുമ്പോൾ എടുത്ത് സാധനം എടുത്തെറിയുന്നു, കൈയിട്ട് ഭിത്തിയിലിടിക്കുന്നു, തലയിട്ട് ഇടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ വലിയ ബോഡി വെച്ചിട്ട് ചെയ്യുമ്പം ആർക്കും അത്ര വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ഇതേ കാര്യം നമ്മൾ കുഞ്ഞിലേ ചെയ്തിട്ടില്ലേ? നമുക്ക് ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അപ്പോൾ അവർ ചിരിച്ചുകളുള്ളൂ, ആ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ വളരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ കുട്ടിയുടെ എനർജി പെയിനായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾ വീണ്ടും കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹീലായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ജോബ്. കാരണം ഇപ്പം ജോബ് പ്ലേസിൽ പോകുമ്പോൾ നമുക്കൊരു ടീം ലീഡർ ഉണ്ടെങ്കിൽ നമുക്ക് കറക്ഷൻസിന് അയാൾക്ക് പറഞ്ഞു തരണ്ടേ, നമ്മുടെ പെർഫോമൻസ് വല്ല അയാൾ പറഞ്ഞു തരണ്ടേ. പക്ഷെ അയാളെ വിളിച്ച് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം വിചാരിക്കുന്നത് എന്താ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ബോസ്മാർ ക്യാബിലേക്ക് വിളിക്കുമ്പോൾ നെഞ്ചെടുപ്പാണ്. ചിലപ്പോൾ നല്ല അടിപൊളിയെന്ന് പറയാനായിരിക്കും വിളിക്കുന്നത്, പക്ഷെ എന്തിനാ അങ്ങനെ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താ, ഈ എന്തെങ്കിലും എന്നെ ചീത്ത പറയാനാണോ, ഞാൻ പറയുന്നതിൽ ചെയ്തെന്തെങ്കിലും തെറ്റിപ്പോയോ, അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്കും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരും അല്ലേ. ഇത് ശരിക്കും ഹീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ ഓർമ്മയുള്ളിടത്തോളം കാലം അവനിലത് ഇപ്പം നമ്മൾ പറയും ഞാൻ നിന്നോട് ക്ഷമിക്കും, പക്ഷേ അത് മറക്കില്ല എന്ന് പറയും അല്ലെ. അപ്പൊ ഇതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാല് അവനോട് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഓർമ്മയുള്ള കാലത്തോളം മരണം വരെയും മനുഷ്യന്റെ ഇതിൽ ഈ സംഭവം കിടപ്പുണ്ടായിരിക്കും. അപ്പൊ ഇത് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഹീലിംഗ് നടന്നിട്ടുണ്ട്? അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി. അപ്പൊ ആ മുറിവ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഈ ഉള്ളം കൈയിലാണ് മുറിഞ്ഞതെന്ന് വിചാരിക്കും. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ കല്ല് എടുത്ത് വെക്കുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മുറിഞ്ഞു, പക്ഷെ ആ മുറിവ് ഉണക്കിയിട്ടില്ല, ഞാൻ മരുന്ന് വെച്ചിട്ടില്ല, അതിന് ഉണങ്ങാനുള്ള ടൈം ഞാൻ കൊടുത്തു. വീണ്ടും എൻ്റെ കൈ കൊണ്ട് വെള്ളം നനയ്ക്കുന്നു, ഈ വെയിറ്റ് എടുത്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെ തട്ടുമ്പോൾ എന്താ
അപ്പോൾ അറിയാം എന്താ പറ്റി, അത് കഴിഞ്ഞ ദിവസം എന്തോ കൃത്യം നമ്മൾ പറയും ആ സാധനം ഇങ്ങനെ കൊണ്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര വേദന, അങ്ങനെ എപ്പോഴും അതുണ്ടെന്ന് പറയും അല്ലേ. പിന്നെയും ഇത് ഉണങ്ങാതെ വീണ്ടും ഓരോ തവണ ഇത് പെയിൻ ആകുമ്പോഴും ചോദിക്കും, കൃത്യമായിട്ട് നമ്മൾ പറയും അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയപ്പോൾ അത് ഇങ്ങനെ ആയതാന്ന് പറയും അല്ലേ. ഇനി അപ്പോൾ എന്താ, പിന്നെയും ബ്ലീഡ് ചെയ്യുന്നു, പഴുപ്പ് വരുന്നു, പിന്നെ ഈ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്ന കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഭയങ്കര പെയിൻഫുള്ളാണ്. എങ്ങനെയെങ്കിലും ചെയ്ത് വെച്ചാലും അത് സാധനം കംപ്ലീറ്റ് ആയി എന്ന് മാത്രമേ നമുക്ക് വരുള്ളൂ. പക്ഷെ നമ്മൾ ഈ വേദന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് കൊടുത്ത് നനയ്ക്കാതെ അതിനെ ഒന്ന് മുറിവിൽ മരുന്നൊക്കെ വെച്ചിട്ടൊന്ന് ഹീൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും അനിമി എന്താ പറ്റി, ഇതെന്താ ഒരു അത് പണ്ടെന്തോ ആയതാടാ, പണ്ടെന്തോ ഒരു സാധനങ്ങൾ കുത്തിയപ്പോൾ അങ്ങനെ ആയതാ. അപ്പോൾ പാടുണ്ട്, പക്ഷെ അവിടെ വേദനയില്ല. അതാണ് ഹീലിങ്ങും അൺഹീൽഡ് ആയിട്ടുള്ളതും വ്യത്യാസം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണങ്ങും, മുറി ഉണങ്ങിയേക്കാം, പക്ഷെ ആന്തരികമായിട്ട് കിട്ടുന്നൊരു കാര്യത്തെ നമ്മൾ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? സെയിം, എക്സാക്ട്ലി സെയിം ആണ്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് അതൊരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല അല്ലേ. അപ്പം ഉള്ളിലെ മുറിവും ഇതുപോലെ തന്നെയാണ്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന വെച്ചാൽ പുറത്തൊരു മുറിവ് ഉണ്ടാവുമ്പം നമ്മുടെ പല ആക്ടിവിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു അല്ലേ. നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ, അപ്പം നമ്മൾക്കറിയാം ബോധം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം 2 ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിനെ ഹീൽ ചെയ്യാൻ നമ്മൾ ടൈം കൊടുക്കും എന്നുള്ളതാണ് അല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യാത്തത്? അത് ടേക്ക് കെയർ ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഇമോഷണൽ വൂൺസും ഇതുപോലെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും തോന്നുന്നു നമുക്കൊരു വാക്കുകൾ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതാണ് നാവിന് എന്നുള്ളത് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അടിച്ചുള്ള സാധനം പെയിൻ പോയിരിക്കും, പക്ഷെ വാക്കുകൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ കൊച്ചിലാണെങ്കിലും പിൽക്കാലത്ത് അങ്ങനെ കിടക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാറ്റി എഴുതേണ്ടി വരും എന്ന് തോന്നുന്നു അല്ലേ, ശരിയാണോ? അല്ല, അത് കറക്റ്റ് തന്നെ. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ആ ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ബിൽഡ് ചെയ്യാനും ഒരു മനുഷ്യനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതേ വാക്കിന്റെ പവർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ ബിൽഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഉറപ്പായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ദൈവികമാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഏത് വിശ്വാസങ്ങളായിക്കോട്ടെ, ഏത് മതവിശ്വാസങ്ങളായിക്കോട്ടെ, മനുഷ്യന്റെ ഒരു രൂപം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അവന് കിട്ടുമെന്നുള്ള ബോധ്യത്തോടെയും പ്രതീക്ഷയോടും കൂടിയായിട്ട് സംഭവം ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു രൂപമോ വിശ്വാസവും ഇല്ല. മറിച്ച് അതേ സ്ഥാനത്ത് നിന്നിട്ട് ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഈ മറ്റ് വിശ്വാസങ്ങളും അതുമായിട്ടുള്ള അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒന്നും ആവശ്യകത പിന്നെ ഉണ്ടോ? അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കണ്ടും കേട്ടും വളരുന്നതാണ് നമ്മുടെ വിശ്വാസം അല്ലേ. ഇപ്പം റോഹൻ ഒരു പെർട്ടിക്കുലർ റിലീജിയനിൽ ബിലീവ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. ഞാനൊരു പെർട്ടിക്കുലർ ഇതിൽ നിന്ന് വരുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറയാം എത്ര ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കല്ലേറോടുമ്പോൾ അമ്മേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പറഞ്ഞാൽ എന്ത് വരുമ്പോഴും എന്ത് ഇത് വന്നാലും പഠിച്ചോനെ എന്ന് പറയുകയും കൃഷ്ണ ഭഗവാൻ, അത് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിനെ പൊളിക്കാൻ പോകാറില്ല. അവർക്ക് ഓൾറെഡി ഉള്ളതിൻ്റെ മുകളിലേക്ക് വെച്ച് കെട്ടാനുള്ള, അപ്പം അതിൽ നിന്നും എടുത്തു കളയേണ്ട കാര്യങ്ങൾ. ഇപ്പം എന്താണ്, ഇപ്പം ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും അരുതുകളാണ് കൂടുതൽ നമ്മൾ റിലീജിയസ്ലി നമ്മൾ പഠിക്കുന്നത്. എക്സാക്ട്ലി, ഈ പേടിപ്പിച്ച് എന്ത് ചെയ്യരുത്, ചെയ്തില്ലെങ്കിൽ എന്ത് ശിക്ഷിക്കും. ഞാൻ തിരിച്ചാ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും. അപ്പം അത് എന്ത് ചെയ്യരുത് എന്നുള്ളത് പഠിപ്പിക്കുന്നത്, പക്ഷെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. മനസ്സിലായി? അപ്പോൾ ആ ഒരു കാര്യമാണുള്ളത്. അപ്പം ഞാൻ പിന്നെ ഈ പറയുന്നൊരു രൂപം, ഇപ്പം ചിലർ പറയും രൂപം കൊണ്ട് ഇത്, പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും ചില ആൾക്കാർക്ക് ഒരു രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പം അവൻ്റെ ലൈഫിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അതിനെ നമ്മളെങ്ങനെ തകർക്കാൻ പോണത് പക്ഷെ അവൻ്റെ എനർജി ലെവൽ ഹൈ ആവും തോറും അവന് മനസ്സിലാവും. അമ്പലത്തിൽ മാത്രം ഇല്ലെങ്കിൽ മസ്ജിദിൽ മാത്രം ഇല്ലെങ്കിൽ ചർച്ചിൽ മാത്രമാണോ ദൈവമുള്ളത്? നമ്മൾ പറയില്ല തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് അല്ലേ. അപ്പം അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ പോകണം എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഈ പറയുന്ന വാക്കുകളുടെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. കാരണം അവിടെ എപ്പോഴും നല്ല കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ, എല്ലാം നന്മയാണ് റിസൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കുകളുടെ ഒരു പവർ, അതിൻ്റെ ഒരു വൈബ്രേഷൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദേവാലയങ്ങളിൽ കാലെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലേ, ഒരു ഡിവൈൻ ഫീൽ. ഉറപ്പായിട്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ട് അങ്ങനെ. ഞാൻ അതിലോട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് അത്രയും നമ്മൾ തൂണിലും തുരുമ്പിലും നമ്മുടെ ചുറ്റിലുണ്ട് എങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ദൈവികമായുള്ള സങ്കല്പത്തെങ്കിൽ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു നിസ്സഹായതയിലായിരിക്കും ചിലപ്പോൾ ദൈവം മനുഷ്യരൂപത്തിൽ വരാമെന്നൊക്കെ പറയും. നമ്മൾ ഓരോരുത്തരും മറ്റുള്ള ജീവിതത്തിൽ അത്തരത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ നടത്തിയേക്കാം. ഡോക്ടറും അതുപോലെ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ ദൈവമായിട്ട് കണ്ടിട്ടുള്ള വാക്കുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുള്ള ഞാൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ഒരു പ്രസൻസ് ഉണ്ടായതുകൊണ്ട് കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ മനുഷ്യനെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചിന്തകളിലേക്ക് കടക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റും?
അതായത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എപ്പോഴും പറയും അങ്ങനെ പറയരുതെന്ന് പറയും. കാരണം എനിക്കത് കേൾക്കുമ്പം എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് എപ്പോഴും മിസ്ഗൈഡ് ചെയ്യപ്പെടും. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റുഡൻസും എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതാണ്. അവർക്ക് ആർക്കും എന്നെ വിളിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. അവരെപ്പോഴും എനിക്ക് കോച്ചസ് ഉണ്ട്, അവരെ കണക്ട് ചെയ്യാം, അവർ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ഡിപ്പെൻഡൻസി, കാരണം പണ്ട് അവർ ഇമോഷണലി ആരോടൊക്കെയോ ഡിപ്പെൻഡ് ചെയ്തു, ഇപ്പോൾ അവരുടെ ഗ്രോത്തിന് വേണ്ടി പിന്നെ അവർ എന്നോട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ ഡിപ്പെൻഡൻസി അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ നിമ്മി മാം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ എൻ്റെ മൈൻഡിൽ ആസ് എ ഹീലർ, ആസ് എ കോച്ച് ഞാൻ സക്സസ്ഫുൾ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ, കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഓരോ സ്റ്റുഡൻസും അവരെ സെൽഫ് ഹീലർ ആവണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് എല്ലാവരും പറയില്ലേ, ഒരു വിഷമം പറയാൻ ഒരാൾ വേണം അല്ലേ, അതൊരു സമാധാനമാണെന്നൊക്കെ പറയും. അല്ല, ഒരു ഷോൾഡർ വേണം എന്നൊക്കെ പറയും. ഇനി ഒരു ഷോൾഡർ കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മുടെ വിഷമൊക്കെ നമ്മൾ പറഞ്ഞു ശരിയാടാ പൊട്ടടി ഒക്കെ റെഡിയാണ്, അപ്പോൾ എൻ്റെ ചങ്കാണ്, എൻ്റെ ബെസ്റ്റിയാണെന്നൊക്കെ ഇങ്ങനെ പറയും. ഇവനുമായിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലോ, നെഞ്ചിനകത്ത് തീയാണ്. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞതൊക്കെ ഇവൻ പോയി പറയുമോ, ഇവൻ ഇതൊക്കെ വിളിച്ചു പറയുമോ? അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവൻ്റെ ആയിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആ വ്യക്തി നമ്മളെ വിളിക്കുമ്പോൾ അയ്യോ ഇവൻ വിളിച്ച് പറഞ്ഞിട്ട് ഹലോ എന്താ, അല്ല വെറുതെ വിളിച്ച ഓക്കെ, അപ്പോഴേ സമാധാനം. അപ്പം ഈ പേടിയാണ് നമുക്ക്. ഇപ്പോൾ ചില ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്ത് പറയല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒരു കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്കിത് എടുക്കാം. അതായത് ഇപ്പോൾ ചില ഹീലേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എക്സാക്ട്ലി കേസ് സ്റ്റഡീസ് ഒക്കെ പറയും. അപ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മാം എനിക്ക് എൻ്റെ പ്രശ്നം പറയാം. ഞാൻ പറഞ്ഞു, നീ നിൻ്റെ പ്രശ്നം പറയണ്ട എൻ്റെ അടുത്ത്, പ്രശ്നം പറയാതെ നിൻ്റെ കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്ത് തരാം. അപ്പം അവർക്ക് കിട്ടിക്കുന്ന ട്രോമ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കാൻ ചെന്നിട്ട് അവരുടെ കേസ് സ്റ്റഡി ആണെന്ന് പറയും. ഇപ്പം നമ്മുടെ അടുത്ത്, ഇപ്പം എൻ്റെ അടുത്തൊക്കെ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, നോൺ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഇപ്പം വീഡിയോസ് ഒക്കെ ഔട്ട് ആവുന്നത് അതെല്ലാം ചെയ്തിട്ട് അവരോട് ചോദിക്കും, ഇത് ഞങ്ങൾ ഔട്ട് ചെയ്യട്ടെ എന്നുള്ളത്. അവർ വിത്ത് അവർ പെർമിഷൻ നമ്മൾ ഔട്ട് ചെയ്യുന്നത്. മനസ്സിലായി? ഇല്ലെങ്കിൽ ചില സെഷൻസ് വരുമ്പോൾ പറയും, ഇത് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യും, അപ്പോൾ നിങ്ങളത് ഓക്കെ ആണ്, നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പറയാൻ പറയും, അങ്ങനെയുള്ളവർ നമ്മൾ ഔട്ട് ചെയ്യത്തില്ല. നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയത്തില്ല, കാരണം അതെൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത് കേസ് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് പറയുമ്പം അവർക്ക് അയ്യോ നാളെ ഇനി ഇവർ പോയിട്ട് ഇതുപോലെ പറയുമോ എന്നൊക്കെയുള്ള ഒരു പേടി, അങ്ങനെയുള്ള പേടിയിൽ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഈ ലോകത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ അതിൽ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്, ഷോൾഡർ ഉണ്ട്, നമുക്കിത് പറയുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അവന് കിട്ടുന്ന പല നഷ്ടബോധങ്ങളിലായിരിക്കാം, പ്രതിസന്ധിയിലായിരിക്കാം. ഇത് സംസാരിക്കും രണ്ട് തലങ്ങളിലോട്ട് പോകും. ഒന്നില്ലെങ്കിൽ ഇതവൻ വേറെ ആരോട് പറയുമോ എന്നുള്ള പേടി കയറും. അവൻ്റെ പ്രശ്നം ഇതിനോട് പറഞ്ഞ് ഇവനോട് ഡിപ്പെൻഡഡ് ആയി. ഇനി ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഇയാളെ തന്നെ ഇയാളുടെ വഴിക്ക് നോക്കി പോയി കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമാണ് അല്ലേ. ഭയങ്കരമായിട്ട് ഒരാൾ ഡിപ്പെൻഡ് ആയി, ആ പ്രശ്നങ്ങളിൽ അവൻ ഹീലായി, അവൻ ഓവർകം ചെയ്ത് വന്നു. പിന്നെ അവൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, ഇയാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഇയാൾ കേട്ടു, ഈ ആൾ ഇനി കൂടെ വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ് പലപ്പോഴും ഈ ബ്രേക്കപ്പിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. അത് കുറെ കൂടെ അപകടമല്ലേ ശരിക്കും? ഉറപ്പായിട്ട് അപകടം. അതുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാരാ? ഇതുവരെ നമ്മളെ ചതിച്ചിട്ടില്ലാത്ത, നമ്മളെ പറ്റിച്ചിട്ടില്ലാത്ത, നമ്മളെ കുറച്ച് വിഷമിപ്പിച്ചാലും നമ്മുടെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള ആളാരാ? അല്ലേ? അതാണല്ലോ ഇവിടെ പറഞ്ഞ ഒരിടത്ത് ഒരുത്തിനടുത്ത് പോയി പറയില്ല. പിന്നെ ഒരു വലിയൊരു എനർജി ഉണ്ട് അല്ലേ, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ പോയി പറയുന്ന എന്തെങ്കിലും കാര്യം പുള്ളിക്കാരൻ ഇതേ ഇവനിങ്ങനെ ഒരു പ്രശ്നം കേട്ടോ എന്ന് പറയാറുണ്ട്? ഇല്ല, പറയാറില്ല. അപ്പം ഈ രണ്ട് എനർജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ആ ഒരു ഫിയറിൽ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. പലപ്പോഴും ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് പുറത്ത് പറയാതിരിക്കണമെങ്കിൽ ഞാൻ ഇത് നീ എനിക്ക് ചെയ്തു തരണം, മാനിപ്പുലേഷൻസിലേക്ക് വരെയും പോവാറുണ്ട്. മാനിപ്പുലേഷൻ വരും, അതിന്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി ബ്ലാക്ക്മെയിലിംഗ് പരിപാടികൾ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ മേ ബി ഒരു ഫ്രണ്ടായിട്ട് കണ്ട ഒരു വ്യക്തിയായിരിക്കാം. ഇത് കൂടുതൽ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര സുഹൃത്തായി എല്ലാം കേൾക്കാണ്ടിരുന്നു. മേ ബി ഇപ്പം ഒരാൾ വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു, ഒരാൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു ഘട്ടം എത്തുമ്പം അയാൾ വേറെ ലൈഫിലേക്ക് പോവുകയാണ്. ഇയാൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഇനി അയാൾ പുതിയ ലൈഫിലേക്ക് പോകുമ്പോൾ അയാളുടെ പാർട്ട്ണറിന് ഇവരുമായിട്ടുള്ള കണക്ഷൻ ഇഷ്ടമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് കട്ട് ചെയ്യേണ്ടി വരും. അതിൽ മറ്റൊരു വശം കൂടി ഉണ്ട്. വേണമെങ്കിൽ ഇത് ഇവിടെയാണ് ഈ വെടക്കാക്കി തനിക്കാക്കാന്നുള്ളൊരു സംഭവം വരണേ. അതുവരെ ഒരാൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതോ അതുവരെ ഒന്നുമില്ലെങ്കിൽ തന്നെ ഇത് ഓക്കെ ആവാത്ത ഒരാൾ എന്ത് ചെയ്യും? ആളെക്കുറിച്ച് മോശമാക്കാം.
അതായത് അങ്ങനെ ഒരു സംഭവം ആളുകളോട് നടക്കരുത്, അവിടെ വിടക്കാക്കി ഇത് എൻ്റെ ആവണം എന്നുള്ള ചിന്തകളും ഇവിടെ സംഭവിക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു അപ്പം എൻ്റെ അടുത്ത് മാം എന്നെ അവൻ പറ്റിക്കുകയായിരുന്നോ? അപ്പം ഞാൻ പറഞ്ഞല്ല, സ്നേഹിച്ച കാലം അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്, അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷെ ഇപ്പൊ ആൾക്ക് ആ സ്നേഹം ഇപ്പൊ തരാൻ പറ്റൂല. അപ്പൊ അത്രയും നാൾ നമുക്ക് നല്ല സ്നേഹം കിട്ടിയല്ലോ എന്നുള്ള ഹാപ്പിനെസ്സിൽ ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അയാളെ കണ്ടിട്ടില്ലെങ്കിൽ അതുപോലും അറിയാതെ പോയില്ലായിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. അതിന് ഗ്രേറ്റ്ഫുൾ ആവുക, അയാളെ ബ്ലെസ് ചെയ്യുക, പറഞ്ഞു വിടുക. അപ്പൊ ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയും, ഞാൻ ഇന്നാളെ അങ്ങ് തട്ടിപ്പോയവരെന്ത് ചെയ്യും? അപ്പൊ അല്ല, അപ്പൊ അയ്യോ ഇനി എന്റെ ഹീലിംഗ്, എന്റെ മാനിഫെസ്റ്റേഷൻ എവിടെ പറയുമ്പോഴും ഞാൻ എടുത്തു ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിലൂടെ കുറെ പേര് കടന്നു പോയിട്ടുണ്ട് അല്ലെ? നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയും. അത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ അടുത്ത് കാണിച്ചില്ലെങ്കിൽ വിഷമം തോന്നില്ല? ഒരിക്കലും ഇല്ല. ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ ഫസ്റ്റ് ആദ്യമൊക്കെ നമ്മൾ ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഇപ്പോൾ 3 ലെവൽസ് കഴിഞ്ഞ ഒരാൾ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ വേറൊരു സ്ഥലത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിമ്മി എന്തിനാ ഇങ്ങനത്തെ ലെവൽസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ല, ഈ ലെവൽ 1 ലെവൽ 2 രണ്ടായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഒറ്റ ലെവലായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ആലോചിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും എനിക്കൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്നവർക്ക് എന്തും കൊടുക്കണം എന്നുള്ള ഇതാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വീക്ക് പോയിന്റ് എനിക്ക് മനസ്സിലായി, എൻ്റെ വീക്ക് പോയിന്റ് അതാണെന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ അപ്പോൾ ഒരു 1 arm ഡിസ്റ്റൻസ് ഇങ്ങനെ അങ്ങ് വെച്ചു. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഹീൽ ചെയ്തു. അപ്പം നമ്മൾ പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തിനാ അങ്ങനെ. അപ്പോൾ ഞാൻ അന്ന് ശരിക്കും എൻ്റെ ഈ ചിന്തനെ മാറ്റിയൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പഠിച്ചവൻ എന്തോ ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും. കാരണം എന്തൊക്കെ തന്നിട്ട് നമ്മൾ നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല നീ ഇല്ല എന്നൊക്കെ പറയില്ലേ? അതുകൊണ്ടാണെങ്കിൽ ദൈവകോപം എന്നുള്ള സംഭവം കൂടി ഉണ്ടല്ലോ. അത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വഴിപാടുകൾ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്യും. ചിലപ്പോൾ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്നുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നത്തിന് നമ്മൾ ദൈവകോപം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ ദൈവത്തിനുണ്ടോ? ഇല്ല, ദൈവകോപം എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ദൈവം അതായത് ദൈവം കോപിക്കോ എന്നുള്ള നമ്മുടെ പേടിയാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അല്ലാതെ ദൈവം കോപിക്കും, ദൈവത്തിന് കോപമൊന്നുമില്ല. അങ്ങനെയുള്ള പുള്ളി അങ്ങനത്തെ ആളൊന്നുമല്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം തള്ളി പുള്ളിക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി, അതെൻ്റെ ഒരു റിമൈൻഡർ ആയിരുന്നു. എനിക്ക് എൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് കോച്ചിങ്ങിലാണ് ഇത് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, സി പീപ്പിൾ കം ആൻഡ് ഗോ. ആൾക്കാർ വരും പോകും. ആൾക്കാർ വന്നു, ചിലപ്പോൾ അവർക്ക് 2 മാസമായിരിക്കും എൻ്റെ റോൾ അവരുടെ ലൈഫിലുള്ളൂ. അവർ പോകും, അവർ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ. അതെന്തോ അന്ന് പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിന് എന്ത് മീനിങ് ആണുള്ളത്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ അതാ പറഞ്ഞ നമ്മളും പഠിക്കുകയാണത്. അപ്പോൾ ഇങ്ങനൊരു അപ്പം നമ്മൾ കൊടുക്കുന്ന കോൺഷ്യസ് ലേണിങ്ങിൽ നിന്ന് ഞാൻ പഠിക്കാത്ത ഒരു കാര്യം. അപ്പോൾ കോൺഷ്യസ് ലേണിംഗിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ കാർമിക് ലേണിംഗ് വരും. അപ്പം എനിക്ക് മനസ്സിലായി കോൺഷ്യസ് ലേണിംഗ് തന്നെ പഠിച്ച് അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി അത് പിന്നെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പം പല ആൾക്കാരും അതിനേക്കാളും വലിയ കടുകട്ടിയുള്ള സാധനങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫീലിംഗ് എന്താണ്, അതെനിക്ക് തോന്നുന്നത് എൻ്റെ എനർജിയിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്, എനിക്ക് കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് സാരില്ല, അവർക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത് ഇറ്റ്സ് ഓക്കെ. അവർക്ക് അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നീ അവർക്ക് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ വന്നാൽ ഓക്കെ, ഐ വിൽ ഹെൽപ്പ് ദം അഗെയിൻ. അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചിന്തിക്കാം. പലപ്പോഴും ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എനിക്കൊന്ന് അതിൻ്റെ തലങ്ങളിലേക്ക് അറിയാതെ ആളുകൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഈ ലെവൽ 11 ഏഞ്ചൽ നമ്പർ പിടിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ലെവൽ 11 എവിടെ കണ്ടോ അപ്പോൾ വിഷയിക്കും എന്നുള്ളതാണ്. ഇനി ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സാധനം കാണും. അത് ക്ലോക്കിൽ നോക്കും, നമ്മുടെ വാൾപേപ്പറിൽ നോക്കും, പോണ വണ്ടിയുടെ നമ്പർ വരെ നോക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏഞ്ചൽ നമ്പർ എന്നുള്ളതൊരു മിത്താണോ എന്താ? അല്ല, ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു സൈനായിട്ട് നമുക്ക് കാണും, ഒരു സിഗ്നൽ. അതായത് നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ എന്താ അതിൻ്റെ മീനിങ്? നീ പോയിക്കോളൂ. ഓറഞ്ച് കാണുമ്പോൾ നീ സ്ലോ ആയിട്ട് പോകും, റെഡ് കാണുമ്പോൾ യു സ്റ്റോപ്പ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ മീനിങ് ഉണ്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സിന്. മനസ്സിലായി? ഇപ്പം 111 കാണുമ്പം യു ആർ ഓൺ എ റൈറ്റ് പാത്ത്, യുവർ മാനിഫെസ്റ്റേഷൻ ഒക്കെ അടുത്താണ്, നിന്നെ അലൈൻ ചെയ്ത് വെച്ചാൽ മതി. അതാണ്. അപ്പം അപ്പം അല്ലാതെ ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അങ്ങനെയൊന്നല്ല. നീ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് നിന്നിലേക്ക് വരും, പക്ഷെ നീ ഒന്ന് അലൈൻഡ് ആവുക. അതാണ് അതിൻ്റെ ഒരു മീനിങ്. ഇപ്പോൾ ഒരു 999 ഒക്കെ കാണുമ്പോൾ 9 എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീഷൻ്റെ ആണ്. അപ്പം മേ ബി ഒരു സാധനം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അപ്പോഴേക്കും നമ്മൾ ഈ നമ്പർ കാണും. അപ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ട്. മനസ്സിലായോ? അപ്പം അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം അതായത് ഈ പിടിച്ചു വെച്ചേക്കുന്ന സാധനം
അത് കഴിഞ്ഞതാണ്, കംപ്ലീഷൻ, അത് കംപ്ലീറ്റ് ചെയ്ത് ഇനി പുതിയൊരു സൈക്കിളിലേക്ക് നീ പോവുകയാണ് എന്നുള്ള സയൻസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഓരോന്നും അതായത് ഒരു സിഗ്നലാണ് നമുക്ക് തരുന്നത്. ഇത് ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ ഗ്രീൻ റെഡ് യെല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിഗ്നലാണ്. അപ്പം അത് ന്യൂമറോളജി ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നോക്കിയാൽ നമുക്ക് വളരെ രസകരമായിട്ട് ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ലെവൽ 11 കാണുന്ന സമയത്തായിരിക്കും വിഷ് ചെയ്യാം ഏഞ്ചൽ നമ്പർ. ശരിക്കും അതാണോ അതിൻ്റെ ശരി? അതല്ലെങ്കിൽ നമ്മൾ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ അതിനൊരു കൺഫർമേഷൻ പോലെ കിട്ടും, ഏതാ ശരി? അങ്ങനെ നമുക്ക് ശരി തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇത് കാണുന്ന സമയത്ത് അവനും വിചാരിക്കും എനിക്ക് ഇനിയെങ്കിലും വിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യമല്ലേ, അവൻ അത് കണ്ടപ്പം അതിനൊരു റിമൈൻഡർ ഇട്ടില്ലോ, അപ്പം അവൻ വിഷ് ചെയ്യട്ടെ, അവനത് നടക്കട്ടെ. പക്ഷേ അലൈൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അത് വിഷ് ചെയ്യുന്ന നമ്മൾ എപ്പോൾ വിഷ് ചെയ്താൽ, ഇപ്പം നമ്മൾ ഓരോ മാനിഫെസ്റ്റേഷൻ പോർട്ടൽസ് എന്നൊക്കെ പറയും. ഞാൻ പേഴ്സണലി പറയും യൂണിവേഴ്സിന് അങ്ങനെ കുറച്ച് നല്ല സമയം മോശം സമയം എന്നൊക്കെ ഉണ്ടോ? എല്ലാ സമയവും നല്ല സമയമാണ്, മനസ്സിലായി. പിന്നെ ചില പോർട്ടൽസിന് ഉറപ്പായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത് വരാൻ കാത്തിരിക്കൊന്നും വേണ്ട, നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഈ 11 കേട്ട പോലെ തന്നെയാണ് 12 ഈ 1-2-1-2 ടെക്നിക്ക് എന്നോട്ട് എഴുതി വെക്കുക എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇതിൽ എന്തോരം യാഥാർത്ഥ്യമുണ്ട് ശരിക്കും. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ മസിൽസ് അത് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പം അത് ഡയറക്റ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്നുണ്ട്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണുമ്പം വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ബിഹേവിയർ ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും സ്റ്റാറ്റിക് അല്ല. ഇപ്പോൾ റോഹൻ തന്നെ ഒരു വർഷം മുന്നേ ചിന്തിച്ചിരുന്ന പോലെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. പോട്ടെ, 5 ദിവസം മുന്നേ ചിന്തിച്ചിരുന്ന പോലെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ഇന്നലെ ചിന്തിച്ച പോലെയല്ലോ. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിനനുസരിച്ച് അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് ആണ്. ആ ഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. അതായത് പുതിയ എന്ത് കാര്യം നമുക്ക് കിട്ടുമ്പോഴും പുതിയ ഓരോ ന്യൂറൽ പാത്വേസ് വരും. അതായത് ഭയങ്കര പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം, അപ്പൊ അവിടെ നമുക്ക് അക്കരെ നമുക്ക് എത്തണം എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ അക്കരെ എത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വഴിയില്ല. എന്ത് ചെയ്യും പറയും, കെട്ടണ വെറുതെ ഇരിക്കുകയാണല്ലേ, എന്ത് ചെയ്യും? എനിക്ക് ഇവിടുന്ന് അപ്പുറത്തെ പക്ഷെ ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് പുല്ല് വെട്ടാൻ നിന്റെ കയ്യിൽ ഇതൊന്നും ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ പോകും. അതായത് നമുക്ക് ഏത് ദിശയിലേക്ക്, ഏത് ഡയറക്ഷനിലേക്ക് പോകണം അത് പിടിച്ചിട്ട് നമ്മൾ നടക്കും. അപ്പൊ നടക്കുന്ന സമയത്ത് പുല്ലുണ്ടാവും, മുള്ളുകുത്തി, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം പോയി, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുമ്പോഴോ അവിടെ ഒരു വഴി തെളിയും എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന വേറൊരു വഴി ഉണ്ടായിരുന്നു. പ്രത്യേക ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ലക്ഷ്യം എത്രത്തോളം പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന പുല്ലിന്റെ ഇടയിൽ ചില പാമ്പുണ്ടോ എന്നെങ്കിൽ ജീവന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ പോവാതിരിക്കുകയും ചെയ്യും ആളുകൾ. അല്ല, അപ്പൊ ആ പോകുന്ന വഴി കൂടെ പാമ്പുണ്ടെങ്കിൽ ആ പാമ്പിനെ ടേക്ക് കെയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ പാമ്പിനെ കാണുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ആൾക്കാർ, എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ പറയും, എടാ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഹാപ്പിനെസ് ഉണ്ട്, ദേഷ്യമുണ്ട്, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ്. ഈ എല്ലാ ഇമോഷൻസും ഉള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരു പാമ്പ് വരുമ്പോൾ ടുരുന്ന് വരുമ്പോഴത്തേക്കും ഈ പാമ്പെന്ന് പറയുന്നത് നമ്മൾ എടുത്ത് തോടത്തിടും. നമ്മളിത് കാണുമ്പോൾ പേടിയുള്ളതാണ് നമ്മളൊന്ന് കുതിരി മാറുന്നത്. ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയുള്ള, നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത്. അപ്പം അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഇമോഷൻസ് ആണ്, മനസ്സിലായി? അപ്പോൾ അതിലേ പോകുമ്പം അവിടെ ഒരു പാമ്പുണ്ടെങ്കിൽ പാമ്പിടെന്ന് വെച്ചാൽ കടിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെ കടിക്കിട്ടാതെ പോകണം എന്നുള്ള നമ്മൾ പഠിക്കണം. അതിന് ശ്രദ്ധിച്ച് നമ്മൾ പോകണം. അത് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് അതിന് പറ്റൂലേ? ഉറപ്പായിട്ടും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാമ്പുണ്ട്, അത് മറികടന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എത്ര നിനക്ക് നിർബന്ധമാണെങ്കിൽ ഇത് നീ മറികടന്നിരിക്കണം. അല്ലെങ്കിൽ നീ തിരിച്ചു പോയി എന്താ നിനക്ക് കിട്ടണം അത് വെച്ചിട്ട് നീ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴിയിലൂടെ പോകുമ്പം അവിടെ പുതിയ ഒരു വഴി തെളിയുന്ന പോലെ നേരത്തെ നടന്ന വഴിയിലൂടെ നടക്കാതിരിക്കുമ്പോൾ അവിടെ പുല്ല് വന്ന് മൂടുന്ന പോലെയാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്. പുതിയ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പുതിയ സ്ട്രോങ് ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ആവും, പഴയത് ലോ ഡൗൺ ആവും. അപ്പോൾ പുതിയ പാത്വേസിന് അനുസൃതമായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിന് റിഫ്ലക്ഷൻ ആയിട്ട് വരും എന്നുള്ളതാണ്. ഈ നമ്പേഴ്സ് പറഞ്ഞപ്പോഴാണ് 11, 12 പറഞ്ഞപ്പോൾ പറയാൻ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു നമ്പറുണ്ട് 30 എന്നുള്ളത്. ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ 13 പറയുമ്പോൾ ഏതാണ്ട് ചെറുത്താനെ കണ്ട പോലെ ഒരു ഡബിൾ നമ്പറായിട്ട് കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ സംഭവങ്ങളുണ്ട്. ഒരു നെഗറ്റീവ് സാധനം കാണുന്നവരാണ് കൂടുതലും. എന്താ ശരിക്കും ഇതിൽ യാഥാർത്ഥ്യം? അപ്പോൾ ഒരാൾ നമുക്ക് ജനിക്കുന്നത് ഇപ്പോൾ ഈ ഡബിളായിട്ട് കാണുന്ന ഒരാൾ, ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, വർഷങ്ങളായിട്ട് അയാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത നവംബർ മാസം 13-ാം തീയതി ആയപ്പോഴാണ് വൈഫ് പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുന്നത്. അടുത്ത പിറ്റേ വർഷം ഒരു 10 മാസം അങ്ങോട്ട് കഴിയുമ്പം എന്താണ് ഒരു 9 മാസത്തിന് ശേഷമുള്ള ഒരു മാസം വരുമ്പം ആ മാസം 13-ാം തീയതിയാണ് ഈ കുട്ടി ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ ഡബിളായിട്ട് കാണുമോ?
ഇല്ല, നമുക്ക് കാത്തിരുന്ന ഗിഫ്റ്റ് ആണല്ലേ. അപ്പൊ എല്ലാം നമ്മുടെ മൈൻഡ്, നമ്മളത് ഡെവലപ്പ് ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ വരും. അപ്പൊ ആഗ്രഹങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് വണ്ടി രജിസ്ട്രേഷൻ നമ്മൾ മുമ്പ് കിട്ടിയില്ല, കിട്ടുന്ന ബെൻസാണ്. ഒരാൾ പ്രിയോണ്ട് വണ്ടി തരാണ്, ആ വണ്ടിയുടെ നമ്പർ 13 വെച്ചാൽ നമ്മൾ വണ്ടി വാങ്ങാതിരിക്കില്ല. പക്ഷെ ഈ ചിന്ത മനുഷ്യന് പലപ്പോഴും എന്നുള്ളൊരു സംഭവം വന്നേക്കാം. അതിന് നമ്മുടെ ബിലീഫാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാവും അല്ലെ. നമ്മൾ ചില സമയത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവിടെ സ്കിഡ് ആവുമെന്ന് വിചാരിക്കുമ്പോൾ സ്കിഡ് ആവും. അതെങ്ങനെയാണ് നമുക്ക് ഓടിക്കാന്ന് എന്ന് പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ നമ്മുടെ ബിലീഫ്, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായി? അപ്പം ആ ഒരു കാര്യമാണ് ഉള്ളത്. ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് പോലെയാണെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെയാണ് ആക്ച്വലി ഈ ഡെവിളായി പറയുന്നതും. ഇപ്പം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, ഒരു സംഭവം അതിനെക്കുറിച്ച് എഴുതി പോസ്റ്റ് ഇട്ടു, അതിൻ്റെ ഒപ്പം ഡെവിളായി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള സംഭവമാണ്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഒട്ടും വിശ്വാസമില്ലാത്തൊരു കാര്യം, എനിക്ക് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതും ഈ കാര്യത്തിലാണ്, ഈ കണ്ണ് കിട്ടുക എന്നുള്ളൊരു സംഭവം എന്നുള്ള സാധനം. അപ്പോൾ ഇതും മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്, അതൊരു റിയാലിറ്റി, അതൊരു എനർജി ലീക്കാണെന്ന് ഞാൻ പറയും. ഈ ഡബിളായി ഈവിളായി എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പം ഞാൻ വിശ്വസിപ്പം എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമ്പം ഞാനത് ഷെയർ ചെയ്യുമ്പം ഞാൻ അത് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കൊരു കാര്യം കിട്ടി, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, പറയുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം സെലിബ്രേറ്റ് ഭയങ്കര ഹാപ്പിനെസ്, എവിടെ നമ്മൾ ഷെയർ ചെയ്യും ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഈ ഹാപ്പിനെസ് ആണ് കൂടുതൽ അല്ലേ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്ത് ഇമോഷനാണ് കൂടുതൽ റൺ ചെയ്യുന്നത്, അതെന്തും ആവാം, ഹാപ്പിനെസ് ആവാം, സാഡ് ആവാം, പേടി, എന്തും ആവാം. അപ്പോൾ കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡും ബോഡിയൊക്കെ വിശ്വസിക്കുന്നത് ഇവൻ ഇതാണ് ആവശ്യം. അപ്പൊ ഇവൻ ഇങ്ങനെയുള്ള കാര്യം കിട്ടുമ്പോഴത്തേക്കും ഇവൻ കൂടുതൽ ഇതാണ് ഇവന്റെ ബോഡിയിൽ കൂടുതൽ ഇവൻ കൊണ്ടു നടക്കുന്ന സാധനം ഇതാ. അപ്പൊ ഇതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുതരും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി ആ സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു നേട്ടം പറയുമ്പം അയ്യോ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പറയുമ്പോൾ എന്താ, ഒട്ടും ഹാപ്പി ഇല്ലാത്ത ഫീലിംഗ് ആണ് അല്ലേ, നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി. അപ്പോൾ ആ പേടി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ എനർജിനെ ലോ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, കൂടുതൽ ടൈമും ഈ എനർജിയാണ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് വിചാരിക്കും ഇതാണ് ഇവന്റെ ഹാപ്പിനെസ്, ഈ പേടിയാണ് ഇവന് വേണ്ടത്. അപ്പോൾ കൂടുതൽ പേടിപ്പിക്കാനുള്ള കാര്യം വരും. അപ്പോൾ സിമ്പിളാണ്, അങ്ങനെ ഇവളയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മറ്റൊരു വേർഷനാണ് ഈ വീട് പണിയുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ സമയത്ത് കോലം വയ്ക്കുന്ന പരിപാടികളും മറ്റേ എഴുതി വയ്ക്കുന്ന പരിപാടികൾ, എന്താണ് കാര്യം കണ്ട നോക്കുന്നതെന്നൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? ഇത്തരം ചിന്തകളിലോട്ട് മനുഷ്യൻ പോകുന്നില്ലെങ്കിൽ ഇപ്പൊ ആ വെക്കുന്ന മനുഷ്യൻ വിശ്വസിക്കുകയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവൻ വിശ്വസിച്ചത് വെക്കുമ്പം അവൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ. അതുകൊണ്ട് അവനൊന്നും വരുന്നില്ലെങ്കിൽ അവൻ വെക്കട്ടെ. മനസ്സിലായോ? പക്ഷെ നമ്മൾ വിചാരിക്കും എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് ഈ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്നിനെയും പേടിക്കാതെ ആ ഒരു ഡിവൈൻ എനർജി ആയിട്ട് എനിക്ക് കണക്ഷൻ വേണം. അതായത് ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്കൊരു ഡിവൈൻ കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലോഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അത് മേ ബി നമ്മൾ വായിച്ച് പഠിച്ചതായിരിക്കത്തില്ല. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ടാവും. പിന്നീട് എവിടെയൊക്കെയോ അത് വായിച്ച് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ, പക്ഷെ ഇതൊന്നും അറിയാതാണല്ലോ ഞാനിത് ചെയ്തത്. അപ്പോൾ അതിനാണ് ഗൈഡൻസ് എന്നും ഡിവൈൻ കണക്ഷൻ എന്നും പറയുന്നത്. അതായത് ഒരു ഡിവൈൻ മെട്രിക്സ് ഉണ്ട്. ഇപ്പം നമുക്ക് പ്രോഫിറ്റ്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാർ ബുക്ക് വായിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? അപ്പോൾ ഈ അറിവുകളെല്ലാം ഈ ഒരു ഡിവൈൻ മെട്രിക്സിനകത്തുണ്ട്. ഇപ്പം നമ്മൾ പറയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബിലീഫിനെ മാറ്റിക്കൊണ്ട് അവിടുന്ന് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ വിശ്വാസം പുതുക്കി നമ്മൾ പുതിയ കാര്യം ചെയ്യുന്നത് പോലെയാണ് എന്താണ് ഇവിടെ നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഡിവൈൻ മൈൻഡ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കാത്ത എൻ്റെ ലൈഫിൽ ഇത് ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വായിച്ച് അറിഞ്ഞതിനെക്കാട്ടിലും എനിക്ക് ഗൈഡൻസിലൂടെ കിട്ടിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോഴും നമുക്കൊരു ഇതുണ്ട്, ഇത് കറക്റ്റാണെന്ന് ഉറപ്പിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ഒന്ന് പോയിട്ട് മേ ബി ഒന്ന് പഠിക്കുന്നതും എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ സർപ്രൈസ്ഡ് ആവും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഒരു UK നാഷണാലിറ്റി ഉണ്ട്, ഒരു കോച്ചുണ്ട് എന്നെ. ഇപ്പോൾ ഞാൻ പോയിട്ട് പഠിച്ചൊരു ഇതുണ്ട്. അവിടെ പോയി പഠിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ഇങ്ങനെ 1-to-1 ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇത് വായിച്ചിട്ടില്ല, പഠിച്ചില്ല, പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന അതേ കാര്യം ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആൾ പറഞ്ഞത് ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഡീകോഡിങ്. അതായത് ആ ഒരു ഡിവൈൻ മെട്രിക്സിന്, ആ ഡിവൈൻ മൈൻഡിൽ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാര്യങ്ങൾ. ആ ഡീകോഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യമാണ്, അതിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാര്യമാണ് ഫിയറും കൺഫ്യൂഷനും, സംശയവും
പേടിയും. ഈ സംശയവും പേടിയും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ആ വരയിലൂടെ ഇങ്ങനെ നമുക്ക് പോകാം എന്നുള്ളതാണ്. ലൈഫിൽ ഇങ്ങനെ നമ്മൾ അതിന് മാജിക്കൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതല്ലാതെ വേറൊരു വാക്ക് കിട്ടണില്ല അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേടി മാറ്റണം, സംശയം മാറ്റണം. ശരിക്കും ഇതേപോലെ തന്നെ സർപ്രൈസ്ഡ് ആവുന്ന വേറെ ചില മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമായിരിക്കാം, നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്, നമ്മൾ ചിലപ്പോൾ ഈ പോകുന്നത് ചിലപ്പോൾ ഒരു വിൻഡോ സീറ്റിലിരുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥലം നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടല്ലോ, ഈ ആൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇതേപോലെ തന്നെ ഇരുന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശമുണ്ട്, നമ്മൾ ഈ ഇങ്ങനെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ, ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്നും ചിന്തിച്ചത് വീണ്ടും വരുന്നൊരു സംഭവമുണ്ട്. ഇത് എന്താ ശരിക്കും ഇതില്? അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായി? അതൊക്കെ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ലെവലിലുള്ളൊരു ചോദ്യമാണ് അത്. മനസ്സിലായി? അപ്പം അതെന്ന് പറയുമ്പം ഇപ്പോൾ നമ്മുടെ സോള് ഓരോ പർപ്പസ് ഫുൾഫില്ല് ചെയ്യേണ്ടതുണ്ട്. പർപ്പസ്, അതായത് നമ്മൾ ഒരു സ്പിരിച്വലി പറയുമ്പോൾ നമ്മുടെ സോള് പർപ്പസ് ഫുൾഫില്ല് ചെയ്തിട്ട് തിരിച്ചാ ലൈറ്റിലേക്ക് പോയി ചേരും എന്നുള്ളതാണ്. പക്ഷെ ഓരോ ഹ്യൂമൻ എനർജിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത ലൈഫ് നോക്കും എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങളും ആ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഇൻഡ്യൂഷൻസും നമുക്ക് വർക്ക്ഔട്ട് ആവും. സിമിലർ ആയതുകൊണ്ടാണോ അതോ അതിന്റെ റിയൽ വേർഷൻ എന്താ ശരിക്കും? അതിപ്പോൾ അറിയാനായിട്ട് പകതയായോ എന്നുള്ളതാണ് ഞാൻ. കാരണം വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും കണക്റ്റും കൂടെ ആവണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തത്. എന്നാലും ഞാൻ പറയാം, ഇപ്പം പിന്നെ വേറൊരു ഇതിൽ പറയും ഇൻഡ്യൂഷൻസ് വർക്കാവും. മനസ്സിലായി? നമുക്ക് എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെയുള്ള ഇൻഡ്യൂഷൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ പോയപ്പോൾ അത് ഉണ്ടാവുമോ, ചിലപ്പോൾ അത് അങ്ങനെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ അത് പൂട്ടിക്കിടക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻ അവിടെ വർക്ക് ആയതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഇങ്ങനെ പബ്ലിക്ലി പറയുമ്പം കേൾക്കുന്ന എല്ലാവർക്കും അത് കണക്റ്റ് ആവണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓരോ ലെവൽസ് പോലും നമ്മുടെ ജേർണിയിൽ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഓരോ ലെവൽസിലും അവരറിയേണ്ട കാര്യങ്ങൾ മാത്രം റിവീൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു 3rd ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ള ലെവലിലേക്ക് വന്ന എല്ലാവർക്കും ഇപ്പോൾ 3rd ലെവലാണ്. ഇപ്പം നമുക്ക് ഒരു ജേർണി ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവൽ 5 ലെവൽസ് ഓഫ് ഒരു ജേർണിയാണ്. അതിനെ നമ്മൾ ഇൻഫിനിറ്റി മെത്തേഡ് പല മൊഡാലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനായിട്ട് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നും എൻ്റെ സ്റ്റുഡൻസിൻ്റെ കേസ് സ്റ്റഡീസിനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഫിനിറ്റി മെത്തേഡ്. അപ്പോൾ ഇൻഫിനിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ഇൻറ്റൻഷണൽ ലീവിംഗ് ആണ്. അതായത് ഇൻറ്റൻഷനലി നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ പർപ്പസ് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർപ്പസ്ഫുൾ ലീവിങ്ങിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവലൊക്കെ ആർക്കും ആക്സസ് ചെയ്യും. പക്ഷേ 3rd ലെവൽ തൊട്ട് സ്ക്രീനിങ് ഉണ്ട്, എല്ലാവർക്കും ആക്സസ് ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അറിയേണ്ടവർക്കാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പോൾ 4th ലെവൽ ഫോർ ഷുവർ. ഇപ്പോൾ 3 വർഷം ഞാൻ ഇപ്പോൾ ഇത് സ്റ്റഡി ചെയ്ത് ഇതുവരെ നമ്മൾ 4th ലെവൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൈൻഡിൽ അതിലേക്ക് റെഡി ആയിട്ടുള്ള ഒരു സർട്ടൺ ആൾക്കാരാകുമ്പോഴാണ് അത് ചെയ്യുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പം ഞാനും ഇവരെ നോക്കി കാണുന്നുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവർ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യട്ടെ, റിയാലിറ്റിയിൽ കൊണ്ടുവരട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണത്. അവരാണ് ഇത് അറിയാൻ ഡിസർവിങ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഡയറക്റ്റ് എൻട്രി. ഇപ്പൊ നമ്മള് മൂവിയിൽ തന്നെ ഒരു ഫണ്ണായിട്ട് പറഞ്ഞൊരു സാധനമുണ്ട്, നീ ഇതിൽ നീ ഫസ്റ്റ് പാർട്ട് വായിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലേ, എന്നിട്ട് സെക്കൻഡ് പാർട്ട് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ആദ്യത്തെ ഘട്ടങ്ങളിലും ആയിരിക്കില്ല അവൻ്റെ സംശയങ്ങളും സംഭവങ്ങളും ഉണ്ടായിരിക്കാം, ഇതിൻ്റെ അടുത്തൊരു വേർഷനിലോട്ടായിരിക്കും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് അങ്ങോട്ടാകുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വന്നിരിക്കും ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് സാധ്യമല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതെല്ലാം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ നമുക്ക് വരുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കണ്ടെത്താറുണ്ട്. ഈ സെക്കൻഡ് പാർട്ട് അറിയില്ലേ, സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ടിക്കറ്റ് കൊടുക്കാതിരിക്കോ? ഇല്ല. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് നിയോഗം ഉണ്ടാവും, അത് കാണും. പക്ഷെ സെക്കൻഡ് പാർട്ട് കണ്ടാലും അവൻ ഫസ്റ്റ് പാർട്ട് കാണില്ലേ പോയിട്ട്? ഉറപ്പായിട്ട് അല്ല. ഇപ്പോൾ അതിനെ അത്രയും ഭയങ്കര ഇതായിട്ടൊക്കെ പാഷനേറ്റഡ് ആയിട്ടൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ഇതിന് മുന്നേ സംഭവിച്ചത്, എപ്പോഴെങ്കിലും കാണുന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും കാണില്ലായിരിക്കും. പക്ഷെ കണ്ട ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ലേ? ഈ മനുഷ്യൻ 2 രീതിയിലേക്ക് പോകും. ഒന്ന് അവനവന് വേണ്ടത് എന്താണോ അതിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടുക, അവിടെ അതിന് പൂർണ്ണത വരുത്താന്നുള്ളതുകൊണ്ട്. ചിലർക്ക് ഉത്തരം കിട്ടിയാൽ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കുറച്ചുകൂടി വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ബേസ് ലെവൽ തൊട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. 2 വേർഷനിലുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ള ഇപ്പോഴും ഈ മൈൻഡ് സോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇത് എവിടെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് നമ്മുടെ സോൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണിക് എനർജി, നമ്മുടെ ഉള്ളിലെ ഈ ശ്വാസം, ഇതിനെയാണ് നമ്മൾ ആ സോൾ എന്നും അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ റൂഹ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം സോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര പ്യുവറാണ്.
അതിനിങ്ങനെ സന്തോഷമില്ല, അയ്യോ പറഞ്ഞ സങ്കടവും ഇല്ല. അത് ഭയങ്കര അലൈൻഡ് ആണെന്നുള്ളതാണ് സോൾ എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആരോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, ആരും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് കൂടുതൽ സന്തോഷമില്ല, ആരും വിട്ടിട്ട് പോകുന്നതുകൊണ്ട് അതിന് കൂടുതൽ സങ്കടമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനുഷ്യൻ ഹ്യൂമൻ എനർജി, ഇപ്പോൾ മൈൻഡും ബോഡി എന്ന് പറഞ്ഞാൽ ആ ഹ്യൂമൻ എനർജിയുടെ പാർട്ടാണല്ലോ. അപ്പോൾ ഈ മൈൻഡും ബോഡിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ എനർജി എന്ന് പറയുമ്പം മൈൻഡും ബോഡിയൊക്കെ ഇമോഷണൽ ആണ്. മനസ്സിലായി? എന്ത് കാര്യം വരുമ്പോഴും ഇമോഷണലി ബയാസ്ഡ് ആവും ഇല്ലെങ്കിൽ കുറച്ച്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമ്മളിപ്പം ഒരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ഒക്കെ ആണെങ്കിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവന് ഓടി നടക്കാൻ പറ്റും, പോകാൻ പറ്റും, അമ്മയുടെ കയ്യിൽ നിന്ന് പാല് കുടിക്കുന്നു, പക്ഷെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. പക്ഷെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പൂർണ്ണ രൂപം എത്താനായിട്ട് ഏകദേശം 7 വർഷത്തോളം എടുക്കും എന്നുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നടക്കാൻ പറ്റുമോ? അതായത് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പാകത, വിച്ച് ഇസ് റൈറ്റ് ഓർ ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് വേർതിരിച്ച് കാണാനും മനസ്സിലാക്കാനുള്ള ഒരു പാകത ഒരു 7-8 വയസ്സാകുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് കൈയും കാലും ഒന്നും അനക്കാൻ വയ്യ അല്ലേ. അപ്പോൾ നമ്മളെ കുഞ്ഞു വാവയാണ് അല്ലേ. അപ്പോൾ അതിന് ശരിക്കും ആ പ്യുവർ എനർജിയാണ്, അതിനൊന്നുമില്ല. സോൾ എനർജിയും ഹ്യൂമൻ എനർജിയും ഒരേപോലെ നിൽക്കുന്നതാണ് ജനിച്ച് വീഴുന്ന മക്കളെന്ന് പറയുന്നത്. അതാണ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ മൊത്തം നമ്മൾ പറയുന്നത് ഭയങ്കര സന്തോഷമാണ് പിള്ളേരുടെ മുഖം കാണുമ്പോൾ. ഇല്ലേ അവരെ എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. കുഞ്ഞു മക്കളൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിലേ നമ്മളിങ്ങനെ വളരുന്നു. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു തരാൻ റെഡിയാണ്. നമ്മൾ കുളിപ്പിച്ച് തരുന്നു, നമ്മൾ ചിച്ചി വെച്ച കഴുകുന്നു, പീട്ടൽ കഴുകുന്നു, ഇതെല്ലാം വൃത്തിയാക്കുന്നു, എല്ലാം കുളിപ്പിച്ച് തരുന്നു. ഇനി രാത്രി കടന്ന് കരഞ്ഞാലോ ഉറക്കം പോയാലോ പോട്ടെ വാവയെന്ന് പറഞ്ഞൊക്കെ അതിന് ഭയങ്കര സന്തോഷം സമാധാനിപ്പിച്ച് അല്ല അങ്ങനെയാണ്. അമ്മേനൊന്ന് അടിച്ചാലും അമ്മേനെ അടിക്കണോ എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എല്ലാം. അങ്ങനെ വന്ന് കമിഴ്ന്ന് വീഴുന്നു, ക്രോൾ ചെയ്യുന്നു, പിടിച്ച് നടക്കുന്നു, പോകുന്നു. അപ്പോൾ പോകുമ്പോഴത്തേക്ക് വീഴും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. അപ്പം അവന് ഫിയർ വരികയാണ്. ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ആരും നോക്കാനില്ലാതാകുമ്പോഴത്തേക്ക് കരഞ്ഞ് കുഞ്ഞ് പേടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിൽ കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സാകും, പ്രത്യേകിച്ച് പെട്ടെന്ന് അടുത്ത കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നിനക്കതൊന്ന് ചെയ്തുകൂടെ എന്ന് പറയുമ്പം അപ്പോൾ ഇത്രയും നാളും ചേർത്ത് പിടിച്ച ആൾക്കാർ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞിന് പേടി വരികയാണ്, ഇവരെ നഷ്ടപ്പെടുമോ. അപ്പം അപ്പോഴാണ് പറയുന്നത് ഇത് നീ ഫുള്ള് കഴിച്ചാൽ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. അപ്പോൾ എന്താ അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി വേണ്ടെങ്കിലും ഇരുന്ന് കഴിക്കുകയാണ്. നീ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോകാം. അപ്പോൾ എന്താണ്, അയ്യോ എന്നോടുള്ള ഇഷ്ടം പോവും, എന്നാൽ ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെൻഷനിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ തോറ്റു പോകുമ്പോൾ അയ്യോ എനിക്ക് എന്നൊന്നിന് കൊള്ളൂലേ. അപ്പോൾ അന്ന് കിട്ടി, കാരണം അതിന് കമ്പാരിസൺ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ അപ്പോൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പ്രാപ്തം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് ടേക്ക് കെയറേഴ്സ് ഉണ്ടായിട്ട്. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം ഇവൻ അച്ഛനെ പോലെയാ, എന്താ. അപ്പൊ ഇവൻ അച്ഛനെ നോക്കാം, അച്ഛന് ഒരു കാര്യമില്ലെങ്കിൽ എടുത്ത പിടിച്ചെന്ന് പറഞ്ഞ് ചാടി കടിക്കുന്ന ആളായിരിക്കും. അപ്പൊ ഇവന്റെ വിചാരം അപ്പൊ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടണം, അച്ഛൻ ഇങ്ങനെയല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെയല്ലേ. അവൾ അമ്മയെ പോലെ, അപ്പൊ അമ്മ ആരെന്ത് പറഞ്ഞാലും ഒന്നും പറയാതെ സഹിച്ച് അപ്പൊ അമ്മേനെ അപ്പൊ അങ്ങനെ, അതായത് മിറർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ എനിക്ക് കേട്ടോണ്ടിരിക്കുന്നതോട് പറയാനൊരു കാര്യമാണ്, എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരിക്കലും നമ്മൾ മക്കളെ ഇങ്ങനെ മിറർ ചെയ്യരുത്. അവൻ അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെ, അമ്മൂമ്മനെ പോലെയാണ്, ആൻറ്റീനെ പോലെയാണെന്നൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഒരു നന്മ പറഞ്ഞിട്ടായിരിക്കും വിചാരിക്കും, പക്ഷേ ആ കുഞ്ഞിൻ്റെ മൈൻഡിൽ അവരുടെ എന്തെങ്കിലും ഡിഫക്റ്റ് ആയിരിക്കും മൈൻഡിൽ കയറുന്നെങ്കിൽ അതിനെ മിറർ ചെയ്ത് ഇവർ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഉറപ്പായിട്ടും അവരുടെ മുമ്പിൽ നിന്നിട്ട് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം. എങ്ങനെയുണ്ട് പഠിക്കാനായിട്ട്, ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നൊന്നും പറയണ്ട, അമ്മ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൻ തോറ്റിട്ടിരിക്കുകയായിരിക്കും, പക്ഷെ സാരമില്ല, അവൻ മിടുക്കൻ, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ നല്ല ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം അവർ തന്നെ അവൻ്റെ സെൽഫ് ഇമേജ് മാറുകയാണ്. മറ്റ് ഒന്നും പറയണ്ട, വലിയ സ്കൂളൊക്കെ വിട്ടത് ഇന്നലെ കൂടെ പേപ്പർ എടുത്ത് തോറ്റിട്ടിരിക്കുക എന്ന് പറയുമ്പം അവനെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് അത്രയും ഡൗൺ ആണ്. പിന്നെ അവൻ എന്താ ഇത്ര ബുദ്ധിമുട്ടി എന്തിനാ പഠിക്കണം. മറ്റത് പറയുമ്പോൾ അവൻ്റെ ഒരു നീഡായി അതിനകത്തേക്ക് ഒന്ന് മീറ്റ് ചെയ്യാനായിട്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ. പലപ്പോഴും ഇതിൽ വാക്കുകളും വിശേഷണങ്ങളും കുറേ അറിയാറുണ്ട്. അതിൽ കേട്ടൊരു സംഭവമാണ് ഹോപ്പൺ അപ്നോ എന്നുള്ള സംഭവം. എന്താ ശരിക്കും അതിൻ്റെ ഒരു ടെക്നിക്കാണോ, അത് എന്താണ് അതിൻ്റെ ഒരു? അതായത് ഹോപ്പൺ അപ്നോ എന്ന് പറയുമ്പം ഒരു ഹവായൻ ഹീലിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹീലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് ഒരാളെ നേരിൽ പോലും കാണാതെ ഒരു ഡോക്ടർ സെല്ലിലുള്ള ആൾക്കാരെ ഹീൽ ചെയ്ത് റിലീസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഇതിനെ നമ്മളുടെ ഉള്ളിൽ ക്ലെൻസിങ് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പം ഇപ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട്, അയാളെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, ചില ആൾക്കാർ പറയും ക്ഷമിച്ചു കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും പറയും
ക്ഷമിച്ചാവും പിന്നെ എൻ്റെ തലക്കറി നിരകൂലേ. ആക്ച്വലി നമ്മൾ ക്ഷമിക്കുന്ന അവന് വേണ്ടിയിട്ടല്ല, അത് വേറെ കാര്യം, നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ മൈൻഡിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഇപ്പോൾ ഒരാളോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്ത് നമ്മുടെ വിചാരം ഇവന് ഇപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമുക്കെതിരെ പ്രവർത്തിച്ചത് എവിടുന്ന് അവനിതല്ലേ പണി, അവന് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബ്ലെയിമറിൻ്റെ അല്ലെങ്കിൽ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, ഒരു വിന്നർ മൈൻഡ് സെറ്റും ഉണ്ട്, വിക്ടിം മൈൻഡ് സെറ്റും ഉണ്ട്. വിന്നർ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവനെയാണ് ഒരു ഹീറോ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വിന്നർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. വിക്ടിം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ഇവൻ കാരണങ്ങൾ കണ്ടെത്തും. അതായത് എന്ത് പറ്റി, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു, പക്ഷെ ഒന്നും പറയാം കൊറോണ വന്നേ പിന്നെ. പക്ഷേ ഈ കൊറോണ കൊണ്ട് രക്ഷപ്പെട്ട എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? കൊറോണ വന്നേ പിന്നെ അവർ പറയും മഴ വന്നുകൊണ്ട് കൃഷിയെല്ലാം നശിച്ചു, എന്ത് പറ്റിപ്പോയില്ല, ഓഫീസിൽ പോകുന്നത് പഴത്തൊലി തെന്നി ചവിട്ടി, അത് കാരണം ഞാനിന്ന് പോയില്ല. അപ്പം എന്തിനും ഏതിനും സാഹചര്യങ്ങളെ, വെതറിനെ, രാജ്യത്തിനെ അല്ലേ. ഞാൻ ദുബായി പോയതിനു ശേഷം എനിക്ക് പണി കിട്ടി തുടങ്ങി, പ്രശ്നമാണ്. കേരളത്തിൽ ബിസിനസ് ചെയ്താൽ പ്രശ്നമാണ്. അത് നമ്മൾ റീജിയനെ, വ്യക്തികളെ അല്ലെങ്കിൽ മോഡി സർക്കാർ കയറിയപ്പോഴേ ഇങ്ങനെയാണ്, പിണറായി വിജയൻ കാരണം ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾ ബ്ലെയിം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കത് പറ്റി, നമുക്ക് വിഷമമുണ്ടായി, പക്ഷെ നമ്മൾ എന്തെങ്കിലും അത് അതുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷെ അവനവനിൽ ഉണ്ടാക്കുന്നൊരു ഹീൽ ചെയ്യുന്ന പ്രോസസ്സും കൂടി ആയി മാറില്ലേ. കാരണം ആ പ്രശ്നത്തിനെ കുറച്ചും കൂടി അതിനെ സാധൂകരിക്കുകയല്ലേ ചെയ്യുന്നത്. എങ്ങനെ ഇപ്പം ഇപ്പം ഇതുകൊണ്ടാണ് ഉണ്ടായേ എന്നുള്ള വിഷയം ചിന്തിക്കുമ്പോൾ ആ കാരണം അവൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അത് സ്വാഭാവികം, അങ്ങനെ ഒരു ചിന്ത വരില്ല മനുഷ്യന്. അതെന്താണെന്ന് വെച്ചാൽ അവൻ ഡിഫറെന്റ് എനർജി ലെവലിലാണ് നിൽക്കുന്നത്. അതിനെയാണ് ഒരു 350 എനർജി ലെവലിൽ നിൽക്കുന്നവരാണ് റീസണിങ് നോക്കുക എപ്പോഴും എല്ലാത്തിനും. അതൊരു നല്ലൊരു എനർജി ലെവലാണ്. കാരണം അവിടെ നിൽക്കുമ്പം അവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരെന്ത് ചെയ്താലും. അവരങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ വരാൻ പറ്റിയില്ലേ. ലോകവോ അത് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും നമുക്ക് തടസ്സമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുന്നു, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം. ദൈവമോ അത് നമ്മൾ നല്ലത് ചെയ്ത ദൈവം നമുക്ക് കിട്ടും. ഇതാണ് ആ എനർജി ലെവലിൽ നിൽക്കുന്നവർക്ക് അവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ലോകത്തിനെക്കുറിച്ചും ദൈവത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പക്ഷേ ഇതേ പെയിന് ഒരു ലോ എനർജി, ഒരു ഷെയിമിലും ഗിൽറ്റിലും നിൽക്കുന്നവരെ, ഇപ്പോൾ ഒരു 20 എനർജിയിൽ നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ എന്താണെന്നറിയോ, എന്നെ ഒന്നിനും കൊള്ളൂല, എൻ്റെ ചുറ്റുമുള്ള അവൻ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇവനൊക്കെ ഉള്ളിടത്തോളം കാലം എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ലോകത്ത് മൊത്തം പ്രശ്നങ്ങളാണ്, അവിടെ യുദ്ധം, ഇവിടെ യുദ്ധം, ഈ മൊത്തം പ്രശ്നമാണ്. ദൈവം എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും, ഇത് ദൈവം പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ എനർജി ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതിൽ തന്നെ ഒരു മറ്റൊരു വേർഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയും ഞാനല്ല, അത് അവനാണെങ്കിലും അവൻ്റെ സ്ഥാനത്താണെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പറയും. നല്ലതിലും പറയാറുണ്ട്, എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഇതേ ചെയ്യുന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ഇത് ന്യായീകരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആവുന്നേക്കാം. അപ്പൊ മറ്റൊരാളെ അവനവനിൽ തന്നെ റീപ്ലേസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് പ്രക്രിയ. ഇത് ശരിക്കും അത് നല്ലതാ. അതാ പറഞ്ഞത്, അവൻ ഡിഫറെന്റ് എനർജി ലെവലിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അവൻ ഡിഫറെന്റ് എനർജി ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് 4 രീതിയിലുള്ള പെർസെപ്ഷൻ ഉണ്ട് ഒരു മനുഷ്യന്. ഞാനും കൊള്ളൂല, അവനും കൊള്ളൂല, ഈ ലോകവും കൊള്ളൂല. രണ്ടാമത്തെ പെർസെപ്ഷനാണ് ഞാൻ കൊള്ളൂല, പക്ഷെ അവര് നല്ലതാ, അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കതൊന്നും പറ്റൂല, എന്നെ പോലുള്ളവർക്കൊന്നും കയറി വരാൻ പറ്റൂല. ലോകത്ത് അങ്ങനെ എല്ലാവരും നല്ലവരൊന്നും, ചിലർക്ക് പണിയിട്ട് ചിലർ രക്ഷപ്പെടും. മൂന്നാമത്തെ പെർസെപ്ഷൻ ഉണ്ട്, ഞാൻ ഓക്കെ, പക്ഷെ അവനൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഇത് പറയുമ്പോൾ ഞാൻ വിട്ടുപാത്ര കാര്യമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മെയിനിൽ കാണുന്ന ഒരു കാര്യം. നമുക്ക് ഒരാളുടെ അടുത്ത് ദേഷ്യം തോന്നണമെങ്കിൽ ആൾ നമ്മുടെ അടുത്ത് ശത്രുത ഒരു കാണിക്കലും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ അവർ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ അങ്ങേയറ്റങ്ങ് വഴക്ക് പറയലും തെറി വിളിക്കുന്നത് മോശമായിട്ടുള്ള പരാമർശം വരെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചില വ്യക്തികളുണ്ട്. ഇപ്പോൾ രേണുസുതി ആണെങ്കിലും ജാസി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറേ പേര് ആറട്ടൻ ഉൾപ്പെടെയുള്ള കുറേ പേര്. ഇപ്പോൾ ഇവർ നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവർ ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങേയറ്റം നമ്മളങ്ങ് വിമർശിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? ഐ ആം ഓക്കെ, ദേ ആർ നോട്ട് ഓക്കെ. അതായത് ഞാൻ നല്ലതാണ്, അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രൈഡാണ്. ഞാൻ ഓക്കെ, ഇവർ ഓക്കെ അല്ല. അപ്പം ഇവനൊരു ഡെഫിനിഷൻ ഉണ്ടാവും ലൈഫിനെ കുറിച്ചിട്ട്. അതനുസരിച്ച് മറ്റുള്ളവർ ജീവിച്ചില്ലെങ്കിൽ അവരെല്ലാം നെഗറ്റീവാണ്, തെറ്റാണെന്നൊരു പെർസെപ്ഷനാണ്. പക്ഷേ ഈ ഞാനും അവനും ശരിയല്ല എന്നുള്ളതിനേക്കാൾ ബെറ്ററാണ് കേട്ടോ. ഞാൻ ഓക്കെയാണ്, അവനും ഓക്കെ അല്ല. പക്ഷെ അതിൽ നിന്നാൽ ഒരിക്കലും നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഈ വിമർശിക്കുന്നവർ ചിലപ്പോൾ അവരെക്കാൾ മോശം ആളുകളായിരിക്കും റിയൽ ലൈഫിൽ. ഇത് പുറത്തോട്ട് കാണുന്നില്ല, അത് അവരുടെ റിഫ്ലക്ഷൻ ആണ് അവർ കാണുന്നത്. അപ്പൊ അവർ ശരിക്കും അവർ റിയൽ ലൈഫിൽ എന്താണെന്ന സാധനം അല്ലെങ്കിൽ അവരുടെ ഒരു
പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് അവർ വരുന്നില്ല. അപ്പോൾ ഇവർ ശരിക്കും വിമർശകർ മാത്രമായിട്ട് ഇരിക്കുകയാണ് ഉള്ളിലോട്ട്. റിയൽ ക്യാരക്ടർ എന്താണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരും വിമർശനത്തിന് വിധേയരാവുന്നവരായിരിക്കും. അപ്പോൾ അവനവൻ്റെ എന്താ പറയുക കുറവുകളെ അല്ലെങ്കിൽ അവനവൻ്റെ പരാജയങ്ങളുമായിട്ടുള്ള മേഖലകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ വിമർശിക്കുക എന്നുള്ള ഈ തോന്നൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് ഇതൊരു ശീലത്തിൻ്റെ ഭാഗമാണോ ഈ തൊര വരുന്നത്? അത് ശീലത്തിൻ്റെ അല്ലാതെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൂണ്ടിൻ്റെ പ്രശ്നമാണ്, അവൻ്റെ എനർജി ലെവലിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? കാരണം എനിക്ക് കിട്ടാത്ത ഒന്നും വേറൊരാൾക്ക് വേണ്ട എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാവും. നമുക്കൊന്നിനെയും ഒറ്റ രീതിയിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചിലർക്ക് ഒരിതുണ്ടാവും, ഇവരിപ്പം ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മക്കളെയും കിട്ടുന്നത് നോക്കി അങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, മാം നമുക്ക് മാനിഫെസ്റ്റ് 1 രൂപയിലും മാനിഫെസ്റ്റ് ചെയ്ത് വീട് എടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. മാനിഫെസ്റ്റ് ചെയ്ത് നാട്ടുകാർ നിനക്കൊക്കെ ഒരു വീട് വെച്ച് തരും. പക്ഷേ നിനക്കൊരു 2 നില വീട് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ പറ്റുമോ എനിക്ക് 2 നില വീടാണ് വേണ്ടത്, അതെനിക്ക് വെച്ചിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങൾ ഉയരുമ്പം നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവന് ഇത് പലതും ഉണ്ടാകും. ഈ റാഗിങ് സിസ്റ്റം ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ആൾക്ക് കൊടുക്കുന്നു. അത് അവരുടെ ഇമോഷൻസ് കൊണ്ട് ഡംപ് ചെയ്യുന്നതാവാം. ഞാൻ മാത്രമല്ല, എന്നെക്കാട്ടിലും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് കണ്ടെത്തി അവൻ തന്നെ സമാധാനിക്കുന്നതാവാം. പിന്നെ മോർ ഓവർ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഡിഫക്റ്റ് എന്താണെന്നുള്ള അറിവില്ലായ്മ. കാരണം ഉറപ്പായിട്ടും ഈ ഒരു കമൻറ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ലോസാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഈ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കമൻ്റ് ഇടുന്നു, സന്തോഷിക്കുന്നു, കമൻറ്റ് നോക്കുന്നു, ആരൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, സന്തോഷം. നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അതിനകത്ത് പോയി ലൈക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ, നെഗറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ, ക്രിറ്റിസിസംസ് കേൾക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അപ്പോൾ മൈൻഡിന് എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇവന് ഇത് കാണുമ്പോഴാണ് ഹാപ്പിനെസ്, ഇത് ചെയ്യുമ്പോഴാണ് സംതൃപ്തി. അപ്പോൾ എന്ത് ചെയ്യും? ഇവൻ്റെ ജീവിതത്തിലുള്ള എല്ലാവരും തലങ്ങും വിലങ്ങും വന്ന് ഇവൻ ഇതുപോലെ വിമർശിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇവൻ ഇതൊക്കെ ചെയ്യുമ്പം ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളെ വിമർശിക്കുമ്പം അതേ കാര്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മൾ ഒരാളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വിമർശനം നമുക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പം നമ്മളെയും ആൾക്കാർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആഗ്രഹിക്കുന്നതല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താ ഉള്ളിൽ അതാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഈ പലപ്പോഴും നമ്മൾ പറയും സ്വാർത്ഥരാവുന്നത് ചെയ്യരുത്, സ്വാർത്ഥരാവരുത് എന്ന് പറയും. പക്ഷേ സ്വാർത്ഥരാവാതെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചവർ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിരാശപ്പെട്ട സ്റ്റേജും വരുന്നുണ്ട്. ഏത് കുറവുണ്ട് ശരി, അവനവന് വേണ്ടി ജീവിക്കാൻ പഠിക്കണോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണോ? ഇനിയിപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പം നമ്മൾ പറയലേ, നിങ്ങൾക്ക് ആരോ ഇഷ്ടം? എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മേനെ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ, എൻ്റെ വൈഫിനെ, എൻ്റെ ഹസ്ബൻഡിനെ എന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരായിട്ട് നിങ്ങൾ ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടണം. അപ്പം അതിൽ ഒരു ഫോട്ടോയിൽ നിങ്ങളിങ്ങനെ സ്മൈൽ ചെയ്തിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾ ഇങ്ങനെ ആയിപ്പോയി. രണ്ടാമത്തെ ഫോട്ടോയിൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ഏത് ഫോട്ടോ ഇടും? ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഇടുവോ? അല്ലേ? സൂം ചെയ്തിട്ട് നോക്കും അല്ലേ? അപ്പൊ നമ്മൾ ഏത് ഫോട്ടോ ആയിരിക്കും ഇടുന്നത്? അപ്പൊ അതിന്റെ മീനിങ് അവരോടാണോ നമ്മളോടാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം? അപ്പൊ ശരിക്കും യാഥാർത്ഥ്യം എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാർക്കും അവനവനെ തന്നെയാണ് ഇഷ്ടം എന്നുള്ളതാണ്. ഇപ്പോ UAE-ലാണ് അല്ലെ ഉള്ളത്, വളരെ അപൂർവമായിട്ട് മാത്രം നാട്ടിലേക്ക് കാലുകുത്താറുള്ളൂ എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ കുറെ പേര് ഡോക്ടറുടെ ക്ലാസ് കേട്ടിട്ടുള്ളവരായിരിക്കും, കോച്ചിങ്ങിലുണ്ടായിരിക്കാം. കുറേ പേര് പുതിയതായിട്ട് അവരുടെ സംശയങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഈ കോച്ചിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ചോദ്യത്തിന് എന്തായിരിക്കും? യെസ്, അപ്പോൾ അതിൽ അപൂർവമായിട്ടല്ല, ഈ പ്രാവശ്യം എനിക്കൊന്ന് ഈ വർഷം 7ാമത്തെ പ്രാവശ്യം നാട്ടിൽ വരുന്നത്. അതെ, നമുക്കിങ്ങനെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഈ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് ചാനലുണ്ട്, പേജൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഡൊമൈൻ, നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഇപ്പോൾ ഇതുപോലെ, ഇപ്പോൾ ചിലർ പറയും കോഴ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരോട് നമ്മൾ പറയും വീക്ക്ലി 3 ടൈംസ് നമ്മൾ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും ഫ്രീ എന്ന് പറഞ്ഞാലും അത് ഫീസ് വാങ്ങുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു നല്ല പെയ്ഡ് സെഷൻ്റെ ഇമ്പാക്റ്റോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം അത് ശരിക്കും അത് എൻ്റെ ഹൃദയത്തിൽ നിന്നില്ല, എൻ്റെ ആത്മാവിൽ നിന്നാണ് അത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നവർക്കും ഒരു മാറ്റം വരട്ടെ. ഇപ്പോൾ ചിലർ എല്ലാവരും നമ്മളെ തേടി വരണം എന്നില്ലല്ലോ. അപ്പോൾ അവരിരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ആഴ്ചയിൽ എന്ത് ചെയ്യും, 3 ദിവസം ക്ലാസ് ഉണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒരു മനുഷ്യൻ ജസ്റ്റ് നമ്മുടെ ചാനലിൽ പോയിട്ട് അവൻ്റെ ലൈഫിലുള്ള എപ്പം നേരിടുന്ന എന്തൊരു കാര്യം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ആ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ അതിനകത്തുള്ള ഒരു ഉത്തരം ഉണ്ടാവും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലൊരു മാറ്റം വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ഷമ വേണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പുതിയ ശീലങ്ങളിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവർക്ക് ഒരു 5 days 10 days ഒക്കെ മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. 5 days മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 5 days കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്രീ സെഷൻസ് ഉണ്ട്, ഇതൊക്കെ അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക്
പെയ്ഡ് ലെവൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ കോച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു സ്കെയിലബിലിറ്റിയുടെ ഒരു വിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ബിക്കം ദി ഗ്രോത്ത് പാർട്ണർ ഓഫ് ദിസ് വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഗ്രോത്ത് പാർട്ണർ ആവുക എന്ന് പറയുമ്പോൾ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഈ വേൾഡ് ഗ്രോ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഈ മണി റൊട്ടേഷൻസ് അല്ലേ. ഈ മണി ആണല്ലോ എല്ലാത്തിനും ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു ട്രാൻസാക്ഷണൽ ഒരു സിസ്റ്റം മണി തന്നെയാണ്. അപ്പം ആ മണി റൊട്ടേഷൻ കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ ആരൊക്കെയാണ്? ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഓൺട്രപ്രണേഴ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഡെഡിക്കേറ്റഡ്ലി കുറച്ച് പ്രൊഡക്റ്റീവ് അവേഴ്സ് മാറ്റി വെക്കാൻ റെഡി ആവുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ ഇവർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് തന്നെയാണ് ഏറ്റവും ബെനിഫിറ്റ് അല്ലേ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ഈ പ്രൊഡക്ടിവിറ്റിയും എഫക്ടിവിറ്റിയും നഷ്ടപ്പെടുന്നത്? എവിടെ വെച്ചാൽ ഉറപ്പായിട്ട് ഇവരുടെ ഇമോഷണൽ ബ്ലോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക, അവരെ അതിൽ നിന്നും പുറത്തിറക്കി അവരെ സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അംബീഷ്യസ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെയും വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നതും അക്രോസ് ദ ഗ്ലോബ് മലയാളീസ്. ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ ആണെങ്കിലും 4 ടൈം സോൺ മെഡിറ്റേഷൻ ഉണ്ട്. ഇന്ത്യൻ ടൈം രാവിലെ 5 മണിക്കുണ്ട്, UAE ടൈം ദുബായ് ടൈം രാവിലെ 5 മണിക്കുണ്ട്, UK ടൈം രാവിലെ 4:30 മണിക്ക്, US കാനഡ ടൈം സോൺ രാവിലെ 5 മണിക്ക്. കാരണം മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കൂട്ട് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് കണക്ട് ചെയ്യണം. നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിലിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന മെഡിറ്റേഷൻ, അപ്പം അതും കൂടെ ആദ്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു, കഴിഞ്ഞോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചിലർക്ക് ഇച്ചിങ്, ചിലർ എൻ്റെ തലയിൽ അങ്ങനെ ലൈസൊന്നും ഇല്ല, പക്ഷെ എന്തോ ഇങ്ങനെ ഓടണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണമെന്ന് പറയും. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ, കാരണം നമ്മളായിട്ട് ഇരുന്നിട്ടില്ല. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് എത്ര നേരം ഭയങ്കര മിങ്കിൾ ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളുമായിട്ട് നമുക്ക് തീരെ പരിചയക്കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ടോക്സിൻസ് ഒക്കെ റിമൂവ് ആവുന്നതിൻ്റെ പാർട്ടായിട്ട് അങ്ങനെയൊക്കെ വരും. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുമ്പം നമ്മുടെ ഫസ്റ്റ് ലെവൽ ജേർണി, ലെവൽ 1 എന്ന് പറയും, സോൾ അലൈൻമെൻറ്റ് കോഡ്. അപ്പോൾ അതൊരു 15 days വർക്ക്ഷോപ്പും ഓൺലൈൻ ലൈവായിട്ട് തന്നെയാണ്, രാത്രിയാണ് വർക്ക്ഷോപ്പും, പിന്നെ 1 month മെഡിറ്റേഷൻ അടങ്ങുന്ന ഒരു ജേർണിയാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ സോളിലേക്ക് നമുക്ക് അലൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സോൾ എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്, അതിനൊരു ഒരു ബിഹേവിയറും ഓരോ പ്രത്യേകതകളും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ആ സോളിലേക്ക് എങ്ങനെ നമ്മുടെ ഹ്യൂമൻ എനർജീനെ അലൈൻ ചെയ്യാം? അതായത് അങ്ങനെ ആരെങ്കിലും കൂടുതലായിട്ട് സന്തോഷിപ്പിക്കാൻ തോന്നുന്നതിൽ അത്ര സമയം ഓക്കെ ഹാപ്പി, ഒത്തിരി സങ്കടപ്പെടുത്താൻ നോക്കില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊരു അലൈൻമെൻറ്റിലേക്ക് വരിക എന്ന് പറയും. അപ്പോൾ അതിനെ അപ്പോൾ ഒരു അലൈൻഡ് സെൽഫിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ ഹ്യൂമൻ എനർജീനെ അതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള കുറേ ബാഗേജസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ ശരിക്കും അത് ഈ ടെക്നിക്സും ടൂൾസിനെക്കാട്ടിലും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ ലൈഫ് അപ്ലൈ ചെയ്യാം. ശരിക്കും ഇതൊരു റീസെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് വർക്ക്ഷോപ്പ് ആണ് അല്ലെങ്കിൽ ഒരു സർവീസ് സെന്റർ ആണെങ്കിൽ താങ്കളൊരു മെക്കാനിക് ആണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് കാറിന്റെ അലൈൻമെന്റ് തെറ്റുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന പോലെ മൊത്തത്തിൽ നിന്നുള്ളൊരു എക്സാക്ട്ലി അത് ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഒരു കാറുണ്ട്, നല്ല ഡ്രൈവർ, നല്ല കാറ്, നല്ല ടയറൊക്കെ നല്ലതാണ്, പെട്രോൾ ഉണ്ട്, നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട്, എവിടെ പോകണം എന്നറിയാം, നല്ല റോഡ്, പക്ഷെ നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിലോ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് നമ്മളെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലുണ്ട്, അത് കുറച്ച് ഡീപ്പർ. ഇപ്പം നമുക്ക് ഇവിടെ തറയൊന്ന് വൃത്തിയാക്കണമെങ്കിൽ ആദ്യമേ തൂത്ത് കളയണം, എന്നിട്ട് തുടയ്ക്കണം അല്ലേ. അതേപോലെയാണ് സെക്കൻഡ് ലെവൽ നമ്മൾ ഡീപ്പർ ഹീലിംഗ് ചെയ്യും. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ അഞ്ച് സ്റ്റേജ് തേർഡ് ലെവൽ വരെയാണ് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സൂൺ 4th ലെവൽ ലോഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോർ ദ സേക്ക് ഓഫ് ലോഞ്ചിങ് നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലേക്ക് പ്രിപ്പയർഡ്, ഇപ്പം പഠിപ്പിക്കാൻ ടോപ്പിക് ഇല്ലാഞ്ഞിട്ടോ വരാനായിട്ട് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് 4th ലെവൽ. എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഡിവൈൻ ജേർണിയാണ്. അതിലേക്ക് വരാനായിട്ട് റെഡി ആകുമ്പോൾ അത് ലോഞ്ച് ആവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഹീലിംഗ് ആണ്. തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ. തേർഡ് ലെവലിൽ നമ്മൾ കോൺഷ്യസ്ലി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. കാരണം ഈ കാര്യങ്ങൾ ബാഗേജസ് ഒക്കെ കൊണ്ടു നടന്ന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ തേർഡ് ലെവലാണ് നമ്മൾ കോൺഷ്യസ് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നത്. എങ്ങനെ നമുക്ക് കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ടൈം ലൈൻ സെറ്റ് ചെയ്യാം. 9 areas ഓഫ് ലൈഫ് ഉണ്ട്. ആ ഓരോ ഏരിയാസും എന്താണ്, എങ്ങനെയാണ്, ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അല്ലേ, എല്ലാവരും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയൊക്കെ ഒരേപോലെയാണ് കാണുന്നത്. വീട്ടിൽ പെരുമാറുന്ന പോലെ തന്നെ ഓഫീസിൽ പോയി പെരുമാറുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ തട്ടുണ്ട്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട്, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്,
സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഫാമിലി ഇതിനൊക്കെ ഓരോ മെട്രിക്സുകളുണ്ട്. അതിനുള്ളിൽ അതിന് വേണ്ട ബൗണ്ടറീസ് സെറ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ വീടിന് പുറത്തുനിന്ന് സംസാരിക്കുന്നവർ അങ്ങനെ തന്നെ സംസാരിക്കാവുള്ളൂ. സിറ്റ് ഔട്ടിൽ ഇരുത്തേണ്ടവരെ മാത്രമേ അവിടെ വിളിക്കാവുള്ളൂ. ലിവിംഗ് റൂം ഹാളിൽ ഇരുത്തേണ്ടവരെ മാത്രമേ അവിടെ വിളിക്കാവുള്ളൂ. ഡൈനിങ് ഹാളിൽ ഇരുത്ത് ഫുഡ് കൊടുക്കേണ്ടവരെ മാത്രമേ അങ്ങോട്ടേക്ക് കൊണ്ടുവരാവുള്ളൂ. നമ്മുടെ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പരമാവധി ആരെയും കയറ്റാതിരിക്കുക. ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല. കാരണം ദാറ്റ് ഈസ് എ വെരി എന്താ പറയുക, ഒരു ഡിവൈൻ, ഒരു പ്രൈമറി സ്പേസ് ആണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്പേസിലേക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. സുഹൃത്തുക്കളെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, ഫ്രണ്ടിൻ്റെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് കാണുന്നു, ഇല്ലേ ഫ്രണ്ടിൻ്റെ ബ്രദറിനെ സ്വന്തം ബ്രദറായിട്ട് കാണുന്നു, ബിസിനസ് പാർട്ട്ണറിനെ സ്വന്തം ഇതായിട്ട് കാണുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ്, ഇപ്പോൾ ഒരിക്കലും റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും തമ്മിൽ മാത്രമല്ല പ്രശ്നങ്ങൾ, പെണ്ണും തമ്മിൽ പ്രശ്നമുണ്ട്, ആണും തമ്മിൽ പ്രശ്നമുണ്ട് ഇല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ ബൗണ്ടറീസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് 24 മണിക്കൂർ ഇരുന്ന് വിളിക്കുന്നു, എപ്പോഴും കാണുന്നു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് പഠിച്ച് അതിനെ ഇത് ചെയ്ത് നിർത്തണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാട്ടുകാരുടെ എല്ലാം ഇപ്പം എൻ്റെ കാര്യം പറയാം, പണ്ട് എൻ്റെ സാലറിയുടെ ഒരു 80% ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, കാരണം എനിക്ക് എല്ലാവരും ഇഷ്ടം വേണം, അതുകൊണ്ട് എനിക്കൊക്കെ ചെയ്യണമായിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. അതൊക്കെ ഞാൻ നിർത്തിയിട്ട് എന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പം നമ്മുടെ കമ്പനിക്ക് വരുന്ന ഇൻകത്തിൻ്റെ 5% നമ്മൾ ചാരിറ്റി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരു 14 ലക്ഷം രൂപ നമുക്ക് ചാരിറ്റി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ആ 80%-നേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ 5%. മനസ്സിലായി. ഇപ്പം നമ്മുടെ പ്രളയമൊക്കെ വന്ന സമയത്ത്, ആ സമയത്ത് ഫസ്റ്റ് ഒരു ലെവൽ 1 കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. അത് ഞാൻ നമ്മുടെ ഇതിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലെവൽ 1-ൻ്റെ ഫുൾ ഫീസ്, അതിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഫീസ് നമ്മൾ അവർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ കാരണം ഉണ്ടാകുമ്പോൾ കുറേ അടുത്ത് ഫുഡ് ഡ്രസ്സൊക്കെ വരും, അവരൊന്ന് റീബിൽഡ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ആവശ്യം ഉണ്ടാകും. അപ്പോൾ നമ്മളങ്ങനെ മുണ്ടക്കൈ സ്കൂള് റീപ്ലേസ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1 ഇയറിലേക്കുള്ള അവരുടെ ബസ്സുണ്ട്, പക്ഷേ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർക്കത് മീറ്റ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ഒരു ടീച്ചറിൻ്റെ ഒരു ഫുൾ 1 ഇയർ സാലറിയും, അതേപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ചേച്ചിമാർക്കൊരു 2 മെഷീൻസ്, തയ്യൽ മെഷീൻസും ഒക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ആ മണിയെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവർ നമ്മൾ. പിന്നെ ചില ആൾക്കാർ ബുദ്ധിമുട്ടും വിഷമം വന്ന് പറയുമ്പോൾ ഞാൻ പറയും, അത്രയും ഡിസർവിങ് ആയിട്ടുള്ളവർക്ക്, അത്രയും ഡിസർവിങ് ആണെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ലെവലൊക്കെ കൊടുക്കാറുണ്ട് ആസ് എ പാർട്ട് ഓഫ് ചാരിറ്റി. കാരണം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അവൻ ഒരിക്കലും സസ്റ്റൈൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് കിട്ടില്ല എന്നുള്ളതാണ്. അവൻ സെൽഫായിട്ട് പ്രാപ്തിയിലേക്ക് എത്തണം. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെ ഗൈഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതേപോലെയുള്ള നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, നമ്മൾ നോക്കുന്ന ഫാമിലീസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും നമ്മൾ ഇതിലൂടെ നമ്മൾ ഉറപ്പായിട്ട്. കാരണം ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറയും, നിങ്ങൾ പേ ചെയ്തതിൻ്റെ എക്സാക്ട് 5% വളരെ ഡിസർവിങ് ആയിട്ടുള്ള ആൾ, അപ്പോൾ നിങ്ങൾ പോലും അറിയാതൊരു നന്മ ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത്. ഉറപ്പായിട്ടും. കാരണം അത് ഐ ആം ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, ആക്ച്വലി ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദം അല്ലേ. അപ്പോൾ അത് ഞാൻ കൊടുക്കാനുള്ള മൈൻഡ് ഞാൻ കാണിക്കുമ്പം അതെനിക്ക് വരുന്ന റിസോഴ്സും അതെല്ലാം ഒരു കളക്റ്റീവായിട്ട് അത് എല്ലായിടത്തും എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ചോദിച്ച് അവസാനിപ്പിച്ചോട്ടെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പവർ എന്താണെന്നൊരു റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ഉണ്ട്. വേണമെങ്കിൽ ഡോക്ടർ നിമിക്ക് വേണമെങ്കിൽ തീരുമാനിക്കായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ബില്യണർ ആവാനോ ഉള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാണ് നോക്കുന്നതിൽ 100 വഴികളുണ്ട്. അത്തരം വഴികളൊക്കെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനോ, അതല്ലാതെ എനിക്ക് എന്താണോ തിരിച്ചറിഞ്ഞത് അതിൻ്റെ ഒരു പവർ കുറേ പേരിലേക്ക് കൂടെ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശ നന്മയുണ്ട്. എന്തുകൊണ്ടായിരുന്നു ആ വഴി തിരഞ്ഞെടുക്കാതെ ഈ വഴി തിരഞ്ഞെടുത്തത്? അതായത് പണ്ട് തൊട്ടേ എനിക്കിങ്ങനെ മറ്റുള്ളവർ ഗ്രോ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ പണ്ട് തൊട്ടേ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പൊലിപ്പിച്ചൊക്കെ വിടും, അങ്ങനത്തെ ഒരു ശീലമുണ്ട് എപ്പോഴും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിൽ പല ആൾക്കാരെയും ഇങ്ങനെ അറിയാതെ നമ്മുടെ വാക്കുകളിലാണെങ്കിലും ചില സപ്പോർട്ടിലൊക്കെ അവർ ഗ്രോ ചെയ്ത് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മൈൻഡിൽ. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ നാട്ടിൽ എല്ലാ ചാനൽസിലും ഓടിക്കൊണ്ടിരിക്കുന്നത് ടെക്നിക്സും ടൂൾസും തന്നെയാണ്. ഞാൻ പറയും, നിങ്ങൾ അലൈൻഡ് ആവാതെ, നിങ്ങൾ ഹീൽഡ് ആവാതെ ഒരു ടെക്നിക്സും ഒരു ടൂൾസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കുറേ വഴികൾ ഉണ്ടായിരുന്നിട്ട് വരെ ഈ വഴി എടുക്കുക എന്നുള്ളതിന് എന്തോ ഒരു ഇതുണ്ട്. ചിലപ്പോൾ നിമിത്തം ഒന്നാവാം, ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം സാമ്പത്തിക നേട്ടം അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയുണ്ട്, നന്മയുണ്ട്. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഈ യാത്ര തുടരട്ടെ, കുറേ പേരിലേക്ക് പ്രകാശം വരുത്തട്ടെ. ഉറപ്പായിട്ടും. അപ്പോൾ അവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പലരും വിചാരിക്കുന്നത് ഇങ്ങനെ മാനിഫെസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ മതി, അങ്ങ് വന്നോളും എന്നുള്ളതാണ്. പക്ഷേ ആക്ഷൻ എന്ന് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് മുമ്പ് നമ്മൾ അലൈൻഡ് ആവുക, ഹീൽഡ് ആവുക, ദെൻ ടേക്ക് ഇൻസ്പയർ ആക്ഷൻ, നോട്ട് ഈവൻ സ്ട്രാറ്റജിക്കൽ ആക്ഷൻ.
ആക്ഷൻ. വലിയ സ്ട്രാറ്റജി ഒന്നും സെറ്റ് ചെയ്തിട്ട് വേണ്ട, എന്തിലും ഇൻസ്പയർഡ് ആവണ്ടേ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഇല്ലേ. റോഹനും പണ്ട് ഒരു വലിയ ആഗ്രഹത്തിന് പുറത്ത് അതിൽ ഇൻസ്പയർഡ് ആയിട്ടില്ലല്ലേ ആരോടോ ഒരു ചോദ്യം ചോദിച്ചത്, ഒരു ചാൻസ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങിയത് അല്ലേ, അത് അവിടെ നിന്നല്ലേ ഇവിടെ എത്തി. ആ ഇൻസ്പയർഡ് ആക്ഷൻ ഓരോ ആൾക്കാരും എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന മാജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. ഓരോരുത്തരും ഗ്രോ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ അവർ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലോ വി നീഡ് എനർജി അല്ലേ. അപ്പോൾ എനർജി ലീക്കൊക്കെ അടച്ചിട്ട് മോർ എനർജി ബൈബാക്ക് ചെയ്തിട്ട് ഗ്രോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും മാനിഫെസ്റ്റ് നേടാനാവട്ടെ, താങ്കളോട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഇനി അടുത്ത റൗണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ പ്രകാശം വരട്ടെ, ഒപ്പം ഡോക്ടർ നിമ്മിയും പടരട്ടെ, വളരട്ടെ, പന്തലിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.